Hello all. Good morning. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം. നമ്മുടെ ഈ ഒരു മാസം സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ ഒരു മാസം ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മുടെ ആദ്യത്തെ ക്ലാസ് ആണ് ഇത്. അപ്പോൾ നമുക്ക് റീഡിംഗ് കോംപ്രിഹെൻഷൻ വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? യെസ്. സോ അപ്പോൾ എന്താണ് റീഡിംഗ് കോംപ്രിഹെൻഷൻ എന്നൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. റീഡിംഗ് കോംപ്രിഹെൻഷൻ എന്തുമാത്രം ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ള കാര്യവും നമ്മളെല്ലാവരും പലപ്പോഴായിട്ട് കണ്ട കാര്യമാണ് അല്ലേ? അപ്പം നമുക്ക് ഏതായാലും നമ്മുടെ സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മൾ 2 പാസേജ് ആണ് സോൾവ് ചെയ്യാൻ പോകുന്നത്. 2 പാസേജസ് ആണ് നമ്മൾ ഇന്ന് സോൾവ് ചെയ്യാൻ പോകുന്നത് സെഷനിൽ. അപ്പോൾ നമുക്ക് ഏതായാലും നമ്മുടെ സെഷനിലേക്ക് കിടക്കാം. നമ്മുടെ സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ എന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് റീബ. ഞാൻ ഒരു ഇംഗ്ലീഷ് ട്രെയിനറായിട്ട് 4 വർഷമായിട്ട് വർക്ക് ചെയ്യാണ്. ഞാൻ ലിറ്ററേച്ചർ ഗ്രാജുവേറ്റ് ആണ്. ഇപ്പോൾ കറൻ്റ്ലി ഞാൻ MBA ചെയ്യുന്നു. ദാറ്റ്സ് ഓൾ അബൌട്ട് മീ. ആൻഡ് സെഷനിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ്, എന്താണ് ഈ പ്ലസ് സബ്സ്ക്രിപ്ഷൻ, എന്താണ് ഐക്കോണിക് സബ്സ്ക്രിപ്ഷൻ എന്നൊക്കെ. അപ്പോൾ അവർക്കൂടെ വേണ്ടിയിട്ടുള്ള ഒരു ആൻസർ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പ്ലസ് സബ്സ്ക്രിപ്ഷനിൽ എല്ലാ ക്ലാസ്സുകളും ലൈവ് ആയിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും. ഓക്കെ, പ്ലസ് സബ്സ്ക്രിപ്ഷനിൽ എല്ലാ ക്ലാസ്സുകളും ലൈവ് ആയിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും. യെസ്, ഓക്കെ, ലൈവ് ക്ലാസ്സസ് ആയിരിക്കും എല്ലാ ക്ലാസ്സുകളും. അത് മാത്രമല്ല നമുക്ക് എല്ലാ ആഴ്ചയും വീക്ക്ലി ടെസ്റ്റ് ഒക്കെ ഉണ്ട്. ഈ വീക്ക്ലി ടെസ്റ്റും കാര്യങ്ങളും ഒക്കെ അനലൈസ് ചെയ്യുന്നത് ടോപ്പ് ആയിട്ടുള്ള എക്സാം എക്സ്പേർട്സ് ആയിരിക്കും. ഇതിന് ശേഷം നമ്മുടെ ടെസ്റ്റ് അനലൈസ് ചെയ്തതിന് ശേഷം ഇവർ നമുക്ക് ആവശ്യമുള്ള ഒരു ഗൈഡൻസും പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് നമുക്ക് സ്റ്റഡി പ്ലാൻസ്, കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻസ് ആണ്. സ്റ്റഡി മെറ്റീരിയൽസ് നോക്കിയാലും സ്പെഷ്യലൈസ്ഡ് നോട്ട്സും PDFs ഒക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ആൻഡ് അത് മാത്രമല്ല നമുക്ക് ഡിഫറെൻറ്റ് പ്ലാൻസ് ഉണ്ട്. അതായത് 1 മാസം മുതൽ 2 വർഷക്കാലം വരെയുള്ള പ്ലാൻസ് നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പം ഒരു മാസം, 1 month, 3 months, 6 months, 12 months, ഇങ്ങനെ പല പ്ലാൻസ് നമുക്ക് അവൈലബിൾ ആണ്. ഇവിടെ നിങ്ങൾക്ക് എൻ്റെ കൂപ്പൺ കോഡ് നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ട് കിട്ടുന്നതാണ്. ഇതാണ് കൂപ്പൺ കോഡ് REEBA10, REEBA10. സോ ഈ കൂപ്പൺ കോഡ് നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ട് കിട്ടുന്നതായിരിക്കും. ഓക്കെ, ആൻഡ് ഐക്കോണിക് സബ്സ്ക്രിപ്ഷനോട് നോക്കി പല പ്ലാൻസ് ഇവിടെയും നമുക്ക് അവൈലബിൾ ആണ്. 6 months, 12 months, 24 months, ഇങ്ങനെ പല പ്ലാൻസ് അവൈലബിൾ ആണ്. ഇവിടെയും നിങ്ങൾക്ക് എൻ്റെ കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്യാവുന്നതാണ്. REEBA10, REEBA10, REEBA10 എന്ന കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ട് ഐക്കോണിക് സബ്സ്ക്രിപ്ഷനിലും കിട്ടും. അപ്പോൾ ഐക്കോണിക് സബ്സ്ക്രിപ്ഷൻ എന്താണ്? ഐക്കോണിക് സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രയോറിറ്റി കിട്ടും. എന്തൊക്കെ കാര്യങ്ങളാണ് പ്രയോറിറ്റി എന്നത് നമുക്കൊന്ന് നോക്കാം. യെസ്, പ്രയോറിറ്റി ഇൻ ഡൗട്ട് സോൾവിങ്ങിൽ നമുക്ക് പ്രയോറിറ്റി കിട്ടുന്നതായിരിക്കും. അത് മാത്രമല്ല ലൈവ് ക്ലാസ്സിൽ നമുക്ക് പ്രയോറിറ്റി കിട്ടുന്നതായിരിക്കും. അപ്പം നിങ്ങൾ ചൂസ് ചെയ്യാം. 2 സബ്സ്ക്രിപ്ഷൻസ് ആണ് നമുക്കുള്ളത്. പ്ലസും ഉണ്ട്, ഐക്കോണിക് സബ്സ്ക്രിപ്ഷൻസും ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഏത് പ്ലാൻ ആണ് വേണ്ടത് നിങ്ങളത് ചൂസ് ചെയ്യുക. ഓക്കെ, ആൻഡ് പർച്ചേസ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്യുക. REEBA10, ഈ കൂപ്പൺ കോഡിലൂടെ നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ട് കിട്ടും. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് പറഞ്ഞ് താമസിപ്പിക്കാണ്ട് നമ്മുടെ സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ 2 പാസേജ് ആണ് സോൾവ് ചെയ്യുന്നത്. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പാസേജ് അതാ സെക്കൻഡ് പാരഗ്രാഫ്, തേർഡ് പാരഗ്രാഫ്, 3 പാരഗ്രാഫ് ആയിട്ടാണ്. 3 പാരഗ്രാഫ്സ് ആണ്. അതിൽ ഐ തിങ്ക് ഫസ്റ്റ് പാസേജിൽ 7 ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. യെസ്, 7 ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് here comes the second. Yes, ഇതാണ് നമ്മുടെ സെക്കൻഡ് പാസേജ്. യെസ്, നമ്മുടെ രണ്ടാമത്തെ പാസേജ് ഇതാണ്. ചെറിയൊരു പാസേജ് ആണ്, വളരെ ചെറിയ 3 പാരഗ്രാഫ്സ് ഉള്ള അടുത്ത പാസേജ്. അവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, 6 ക്വസ്റ്റ്യൻസ് ഉള്ളൂ. അപ്പോൾ ഈ 2 പാസേജ് ആണ് നമ്മളിന്ന് സോൾവ് ചെയ്യാൻ പോകുന്നത്. അപ്പം പലപ്പോഴും പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ആദ്യം ക്വസ്റ്റ്യൻ വായിക്കണോ, ആദ്യം ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ആദ്യം ക്വസ്റ്റ്യൻ വായിച്ചിട്ട് പാസേജ് വായിക്കണോ, അല്ലെങ്കിൽ ആദ്യം പാസേജ് വായിച്ചിട്ട് ക്വസ്റ്റ്യൻ വായിക്കണോ എന്ന്. ഓക്കെ, അപ്പം രണ്ടും ഓക്കെ ആണ്. 2 മെത്തേഡും ഓക്കെ ആണ്. ചിലർ ആദ്യം പാസേജ് വായിക്കും, പിന്നെ ക്വസ്റ്റ്യൻസ് വായിക്കും. ചിലർ ആദ്യം ക്വസ്റ്റ്യൻസ് വായിക്കും, അതിന് ശേഷം പാസേജ് വായിക്കും. ഈ 2 മെത്തേഡും റീഡിംഗ് കോംപ്രിഹെൻഷന് അക്സെപ്റ്റബിൾ ആണ്. മാത്രമല്ല ഇത് രണ്ടും ഓക്കെ ആണ്. ഓക്കെ, ദ തിങ് ഈസ് യു ഹാവ് ടു ഡിസൈഡ്. നിങ്ങൾ ഇത് രണ്ടും പ്രാക്ടീസ് ചെയ്യുക, ഇത് രണ്ടും ചെയ്ത് നോക്കുക. നിങ്ങൾ ചിലപ്പോൾ ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡ് ഉണ്ടായിരിക്കും, നിങ്ങൾക്ക് അതാണ് കംഫർട്ടബിൾ എങ്കിൽ നിങ്ങൾ അത് തന്നെ ചൂസ് ചെയ്യുക. അതല്ല നിങ്ങൾക്ക് വേറൊരു മെത്തേഡ് മാറ്റി പിടിക്കണം, അല്ലെങ്കിൽ ഇതിൽ ഏതാണ് നല്ലത് അത് ചൂസ് ചെയ്യണം എന്നാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ നിങ്ങൾ 2 രീതിയിൽ ഒന്ന് ട്രൈ നോക്കുക. ഈ 2 രീതിയിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന്
ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് ആദ്യം ക്വസ്റ്റ്യൻ വായിച്ചിട്ട് പിന്നീട് പാസേജ് വായിക്കുന്നതാണ് നിങ്ങൾക്ക് കംഫർട്ടബിൾ എങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യാം. ഇനി മറ്റാർക്കെങ്കിലും നിങ്ങൾക്ക് ബാക്കിയുള്ളവർക്ക് ആദ്യം പാസേജ് വായിച്ചിട്ട് ക്വസ്റ്റ്യൻസ് വായിക്കുന്നതാണ് കംഫർട്ടബിൾ എങ്കിൽ നിങ്ങൾ ആ ഒരു മെത്തേഡ് ഫോളോ ചെയ്ത് മെത്തേഡ് ഫോളോ ചെയ്താലും അവർ എയിം ഈസ് ടു ക്രാക്ക് ദ എക്സാം. നമ്മുടെ ക്വസ്റ്റ്യൻ ഒക്കെ നന്നായിട്ട് സോൾവ് ചെയ്യാന്നുള്ളത് മാത്രമാണ് നമ്മുടെ ഒരു ലക്ഷ്യം അല്ലേ. അപ്പം നിങ്ങളിത് കണ്ടുപിടിക്കുക, നിങ്ങൾക്ക് ഏതാണ് കുറച്ചുകൂടി കംഫർട്ടബിൾ, നിങ്ങൾക്ക് ഏത് മെത്തേഡ് ഫോളോ ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടി ഈസി ആയിട്ട് ആൻസറിലേക്ക് എത്താൻ പറ്റുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളത് ഏത് മെത്തേഡാണ് നിങ്ങളത് ചൂസ് ചെയ്യാം. അപ്പൊ നിങ്ങളത് ഏത് മെത്തേഡാണെങ്കിലും അത് വേണം പ്രാക്ടീസ് ചെയ്യാൻ. അതല്ലാതെ നമ്മൾ ഒരു മെത്തേഡ് ഫോളോ ചെയ്തിട്ട് എക്സാമിന് വേറൊരു മെത്തേഡ് ഫോളോ ചെയ്യുന്നത് അത്ര സ്യൂട്ടബിൾ അല്ല. കാരണം നമുക്കത് അത്ര കംഫർട്ടബിൾ ആയിട്ട് അപ്പോൾ ഫീൽ ചെയ്യണം എന്നില്ല. സോ നമുക്ക് ഇത്രയും നാൾ നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നത് എനിക്കൊന്നു നമ്മുടെ കുറച്ച് സെഷനിലെ നമ്മൾ ആദ്യം പാസേജ് വായിച്ചിട്ട് ക്വസ്റ്റ്യൻ വായിച്ചിട്ടുള്ളൂ. ബാക്കി എല്ലാം ഫോളോ ചെയ്തുകൊണ്ടിരുന്നത് ക്വസ്റ്റ്യൻസ് വായിച്ചിട്ട് പാസേജ് വായിക്കായിരുന്നു. അപ്പം ഇപ്പോഴത്തെ ഈ ഒരു റീഡിംഗ് കോംപ്രിഹെൻഷൻ നാളെയും റീഡിംഗ് കോംപ്രിഹെൻഷൻ തന്നെയാണ്. അപ്പോൾ ഈ രണ്ട് സെഷൻസിൽ നമുക്ക് ആദ്യം ക്വസ്റ്റ്യൻസ് വായിക്കാതെ ആദ്യം പാസേജ് തന്നെ വായിക്കാം, അതിനുശേഷം ക്വസ്റ്റ്യൻ വായിക്കാം. ഓക്കെ, പിന്നെ രണ്ടിന്റെയും ബെനിഫിറ്റ്സ് ഞാൻ പറഞ്ഞുതരാം. ആദ്യം പാസേജ് വായിക്കുന്നു, പാസേജ് വായിച്ചിട്ട് ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോൾ ഓക്കെ നമുക്ക് ആ പാസേജ് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലായി. അതിനുശേഷം ക്വസ്റ്റ്യൻസ് വായിച്ചു കഴിയുമ്പോൾ കുറച്ച് നമുക്ക് എന്താണ് ഓക്കെ ഇതിന്റെ ആൻസർ ഓക്കെ നമുക്ക് അറിയാവുന്ന ഒരു ഫീൽ തോന്നും. ഇനി നമ്മൾ ക്വസ്റ്റ്യൻസ് വായിച്ചിട്ട് പാസേജിലേക്ക് കടക്കുകയാണെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് ഒക്കെ വായിച്ചു, ഇപ്പൊ നമുക്കറിയാം ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നതെന്ന്. ഇനി പാസേജ് വായിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ഈ ക്വസ്റ്റ്യൻസിനുള്ള ആൻസർ തപ്പിക്കൊണ്ടിരിക്കും. അപ്പം ഇത് രണ്ടും ബെനിഫിറ്റ്ഫുൾ ആണ്. നമുക്ക് ഏതാണ് കംഫർട്ടബിൾ അത് ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ഈ രണ്ട് സെഷൻ ഇന്നത്തേതും നാളത്തെ സെഷനിൽ നമുക്ക് ആദ്യം പാസേജ് ഒന്ന് വായിക്കാം. അപ്പം ഇത് ഫസ്റ്റ് പാരഗ്രാഫ് ആണ്, ഓരോ സ്ലൈഡും ഓരോ പാരഗ്രാഫ് ആണ്. അപ്പം ആദ്യത്തെ പാരഗ്രാഫ് വായിച്ചോളൂ. യെസ്, വായിച്ചോളൂ. നന്നായിട്ട് വായിക്കാം. വായിക്കുമ്പോൾ ഒരു വേർഡ് പോലും സ്കിപ്പ് ചെയ്യാണ്ട് വായിക്കുക. അതുകൊണ്ടാണ് ഞാൻ പ്രാക്ടീസ് സെഷനിൽ വായിക്കാനൊക്കെ നല്ല സമയം തരുന്നത്. യെസ്, വായിക്കാം. യെസ്, 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 വായിച്ചു. ഇത് ചെറിയ പാരഗ്രാഫ് ആണ് അല്ലേ? യെസ്, നോക്കാം. Excess inventory, a massive problem for many businesses, has several causes, some of which are unavoidable. Overstocks may accumulate through production overruns or errors. Certain styles and colors prove unpopular. With some products, computers and software, toys and books, last year's models are difficult to move even at huge discounts. Occasionally, the competition introduces a better product. But in many cases, the public's buying taste simply change, leaving a manufacturer or distributor with thousands or millions of items that the fickle public no longer wants. Okay? ഒരു ഫസ്റ്റ് പാസേജിന്റെ ഫസ്റ്റ് പാരഗ്രാഫ് നമ്മൾ വായിച്ചു. അപ്പൊ വായിക്കുമ്പോൾ ഒരു വേർഡ് പോലും വിടാതെ വേണം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് വായിക്കാൻ. ആൻഡ് ഓഫ്കോഴ്സ് നമുക്ക് റീഡിംഗ് കോംപ്രിഹെൻഷനിൽ എക്സാമിനൊക്കെ ഒരു പാസേജ് കിട്ടുമ്പോൾ ഇൻട്രസ്റ്റിംഗ് പാസേജ് ആയിരിക്കണമെന്ന് യാതൊരുവിധ നിർബന്ധവും ഇല്ല. എപ്പോഴും നമുക്ക് ഇൻട്രസ്റ്റിംഗ് പാസേജ് കിട്ടണം. ചിലപ്പോൾ നമുക്ക് ആ ഒരു പാസേജിനെ പറ്റി ഒരു ഐഡിയ ഇല്ലാത്തൊരു ടോപ്പിക്കിൽ നിന്നൊക്കെ ഒരു പാസേജ് ആയിരിക്കും തരുന്നത്. അപ്പോൾ എപ്പോഴും ഞാൻ സജസ്റ്റ് ചെയ്യുക, നമ്മൾ റീഡിംഗ് കോംപ്രിഹെൻഷൻ ഒരു ടുവേഴ്സ് ദ എൻഡ്, ഒരു ലാസ്റ്റ് ഒക്കെ ആയിട്ട് നമ്മൾ റീഡിംഗ് കോംപ്രിഹെൻഷൻ സോൾവ് ചെയ്യാനായിരിക്കും ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുക. ഒരു എൻഡ് പാർട്ട് അല്ലെങ്കിൽ ഏറ്റവും അവസാനമൊക്കെ ആയിട്ട് സോൾവ് ചെയ്യാനായിരിക്കും ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യാം. ഓക്കെ, സോ റീഡിംഗ് കോംപ്രിഹെൻഷൻ നിങ്ങൾ ആ ഒരു രീതിയിൽ, കാരണം ആദ്യം തന്നെ നമ്മൾ വായിച്ച് നമ്മുടെ മൈൻഡൊക്കെ ഒരുമാതിരി നമ്മൾ ഒരു ബോർ അടിക്കുന്ന ഒരു ഫീൽ നമുക്ക് തോന്നാനുള്ള ചാൻസസ് കൂടുതലാണ്. എല്ലാവരുടെയും കാര്യമല്ല ഞാൻ പറഞ്ഞത്.
ആൻഡ് നമ്മുടെ ബാക്കിയുള്ള ക്വസ്റ്റൻസിനെ അത് എഫക്റ്റ് ചെയ്യാനുള്ള ചാൻസും ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമുക്ക് ബാക്കിയുള്ളത് അറ്റൻഡ് ചെയ്തിട്ട് ടുവേഴ്സ് ദ ലാസ്റ്റ് നമ്മൾ റീഡിംഗ് കോമ്പ്രിഹെൻഷൻ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പ്രശ്നം നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ആദ്യത്തെ പാസേജ് ഫസ്റ്റ് പാരഗ്രാഫ് നമ്മൾ വായിച്ചു. സെക്കൻഡ് പാരഗ്രാഫ് കുറച്ച് വലിയ പാരഗ്രാഫാണ്, അതൊന്ന് വായിക്കാം കേട്ടോ. യു വിൽ ഹാവ് 1 minute ടൈം. 1 minute കൊണ്ട് വായിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. 1 minute കഴിഞ്ഞിട്ട് എന്തെങ്കിലും സമയം തികഞ്ഞില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയാം, അപ്പം ഞാൻ കുറച്ചുകൂടി സമയം തരാം. ഓക്കെ. യെസ്, വായിച്ചത് നമുക്ക് നോക്കാം. One common way to dispose of this merchandise is to sell it to a liquidator who buys as cheaply as possible and then resells the merchandise through catalogs, discount stores, and other outlets. However, liquidators may pay less for the merchandise than it costs to make it. Another way to dispose of excess inventory is to dump it. The corporation takes a straight course write-off on its taxes and hauls the merchandise to a landfill. Although it is hard to believe, there is a sort of convoluted logic to this approach. It is perfectly legal, requires little time or preparation on the company's part, and solves the problem quickly. The drawback is the remote possibility of getting caught by the news media. Dumping perfectly useful products can turn into a public relations nightmare. Children living in poverty are freezing. An XYZ company has just sent 500 new snowsuits to the local dump. Parents of young children are barely getting by, and QRS company dumps 1,000 cases of disposable diapers because they have slight imperfections. Okay. Yes, moving to the next last paragraph. Please read it. അവസാനത്തെ പാരഗ്രാഫ് ആണ്, ഒന്ന് വായിക്കാം. യെസ്. യെസ്.
ഇത് നന്നായിട്ട് വായിക്കുക. നമ്മുടെ ലാസ്റ്റ് പാരഗ്രാഫ് ആണ്. ഇപ്പൊ യൂഷ്വലി നമുക്ക് ചില സമയത്ത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്, അതായത് ഫസ്റ്റ് പാരഗ്രാഫിന്റെ ഒരു സമ്മറി അല്ലെങ്കിൽ ലാസ്റ്റ് പാരഗ്രാഫിന്റെ സമ്മറി ഒക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റൻസിൽ പെടുന്നതാണ്. അപ്പം ജസ്റ്റ് ഇതോടെ നോക്കുക കേട്ടോ. യെസ്, ഫസ്റ്റ് പാരഗ്രാഫിന്റെ ലാസ്റ്റ് പാരഗ്രാഫിന്റെ ഒക്കെ നന്നായിട്ട് എല്ലാം നമ്മൾ നന്നായിട്ട് വായിക്കണം. ആൻഡ് ഓഫ് കോഴ്സ് ഈ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് പാരഗ്രാഫ്സിന്റെ സമ്മറി ഒക്കെ സ്ഥിരമായിട്ട് ചോദിച്ചു വരുന്നതാണേ. ജസ്റ്റ് അത് നോക്കുക. യെസ്, സ്ഥിരമായിട്ട് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചു വരുന്ന ക്വസ്റ്റൻസ് തന്നെയാണിത്. യെസ്, ഓക്കെ. യെസ്, അപ്പൊ ഇത് വായിച്ചു, നമുക്കൊന്ന് വായിക്കാം. യെസ്. Yes. The managers of these companies are not deliberately wasteful. They are simply unaware of all their alternatives. In 1976, the Internal Revenue Service provided a tangible incentive for businesses to contribute their products to charity. The new tax law allowed corporations to deduct the cost of the product donated plus half the difference between cost and fair market selling price, with the proviso that deductions cannot exceed twice cost. Thus, the federal government sanctions indeed encourages an above cost federal tax deduction for companies that donate inventory to charity. ഓക്കെ, സോ നമ്മുടെ ഒരു പാസേജ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ വായിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതിന്റെ ക്വസ്റ്റ്യൻസ് കൂടെ നോക്കാം അല്ലേ. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഓതർ മെൻഷൻസ് ഈച്ച് ഓഫ് ദ ഫോളോയിങ് ആസ് എ കോസ് ഓഫ് എക്സസ് ഇൻവെന്ററി എക്സെപ്റ്റ്. കണ്ടോ, എക്സെപ്റ്റ് എന്നത് ശ്രദ്ധിക്കണം കേട്ടോ, ചിലര് അത് വിട്ടുപോകും. അപ്പൊ നമ്മുടെ ചോദ്യം എന്താണ്, ആ ചോദ്യത്തിന് നേരെ ഓപ്പോസിറ്റ് കാര്യമായിരിക്കും നമ്മൾ മുന്നേ എഴുതാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഓപ്ഷൻസ് ഒന്ന് വായിച്ചു നോക്കിക്കേ. Yes, there you can see 5 options. Yes, 5 options ഉണ്ട്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. Yes, വായിച്ചു നോക്കിക്കേ. You can see 5 options. Yes. അടുത്തത്, the passage suggests that which of the following is a kind of product that a liquidator who sells to discount stores would be unlikely to wish to acquire. Yes. Again, 5 options. Yes. അപ്പോൾ യൂഷ്വലി നമുക്ക് 4-5 ഓപ്ഷൻസ് ഉള്ള ക്വസ്റ്റൻസ് ആയിരിക്കും വരുന്നത്. ആൻഡ് ക്വസ്റ്റൻസ് റീഡിങ് കോംപ്രിഹെൻഷൻ ആയിക്കോട്ടെ, ക്ലോസസ് ഒക്കെ ആയിക്കോട്ടെ, യെസ് അതല്ലെങ്കിൽ മറ്റ് യെസ് പാരാജിമ്പിൾ എന്താണെങ്കിലും ആയിക്കോട്ടെ, നമുക്കൊരു ഈ റീഡിങ് കോംപ്രിഹെൻഷൻ ഒക്കെ എപ്പോൾ പോയാലും ഒരു 5 to 9 ബ്ലാങ്ക്സ് അല്ലെങ്കിൽ 10 ബ്ലാങ്ക്സ്, യെസ് 5 to 10 ബ്ലാങ്ക്സ് എങ്ങനെയാണെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ഡിപ്പെൻസ് ആണ്. ചില റീഡിങ് പാസേജിന് 5 ക്വസ്റ്റൻസ് ആയിരിക്കാം, ചിലതിന് 8 ആയിരിക്കാം, ചിലതിന് 10 ആയിരിക്കാം. ബാക്കിയുള്ളൊരു ക്വസ്റ്റ്യൻ ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ നോക്കിയിട്ടായിരിക്കുമല്ലോ നമുക്ക് ഈ ഒരു സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, യെസ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ വായിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ദ പാസേജ് പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ ദാറ്റ് സപ്പോർട്ട്സ് വിച്ച് ആർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. യെസ്, 5 സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്, ഒന്നും വിടാതെ നന്നായിട്ടത് വായിക്കാം കേട്ടോ.
Yes. അഞ്ച് ഓപ്ഷൻസ് ഉണ്ട്, അഞ്ച് വായിച്ചോ. And fourth one, the author cites the examples in lines 25-29 most probably in order to illustrate dash. The again 5 options are there. Yes, നോക്കിക്കേ. അഞ്ച് ഓപ്ഷൻസ് ഉണ്ട്. യെസ്, അഞ്ച് ഓപ്ഷൻസ് നോക്കുക. Five options are there. അഞ്ച് ഓപ്ഷൻസ് വായിച്ചു കഴിഞ്ഞോ? യെസ്, അങ്ങനെയാണ് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. By asserting that manufacturers are simply unaware, line 31, the author suggests which of the following options ഒന്ന് വായിച്ചു നോക്കിക്കേ. യെസ്, അഞ്ച് ഓപ്ഷൻസ് ഉണ്ട്, ജസ്റ്റ് വായിച്ചു നോക്കുക. Five options are there. Yes. അപ്പം ഓപ്ഷൻസ് വായിച്ചു കഴിഞ്ഞു. മുമ്പത്തെ ക്വസ്റ്റനിൽ നമ്മൾ കണ്ട ഒരു കാര്യമാണ് ദാ 25-29, അതുപോലെ ഇപ്പോഴും ലൈൻ 31. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്താണ്, നമ്മൾ പ്രാക്ടീസ് സെഷനിലാണെങ്കിൽ നമ്മൾ ആ ലൈൻസ് നോക്കാണ്ട് തന്നെ നമ്മൾ ആ ഒരു വേർഡിലേക്ക് പോകാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് എക്സാമിനൊക്കെ വരുമ്പോൾ കുറച്ചുകൂടി ഈസി ആയിരിക്കും. കാരണം എക്സാമിന് എപ്പോഴും നമ്മൾ ആ ഒരു ലൈൻ തരണമെന്നില്ല, ചിലത് തരാം, തരാതിരിക്കാം. ഓക്കെ, അപ്പൊ ഇന്ന ലൈനിലാണ് നമ്മുടെ ക്വസ്റ്റൻ, അത് തരണം എന്നില്ല. അപ്പൊ നമ്മൾ പ്രാക്ടീസ് സെഷനിൽ ആ ലൈൻ ഏതാണോ എന്ന് തപ്പി പിടിച്ച് പോകാതെ അപ്പൊ നമുക്ക് അതിലേക്ക് തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ പോകും. പക്ഷെ എക്സാമിന് വരുമ്പോൾ ആ ലൈൻ തന്നില്ലെങ്കിൽ നമുക്ക് കുറച്ച് ഡിഫിക്കൽറ്റി ഒക്കെ ഫേസ് ചെയ്യേണ്ടി വരും. സോ അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ആ ഒരു ലൈൻ ഏതാണെന്ന് നോക്കേണ്ട ആവശ്യമില്ല. ദിസ് പ്രാക്ടീസ് സെഷനിൽ നമ്മൾ ലൈൻ നോക്കി പോവാണ്ട് ആ ഒരു നമ്മൾ പാസേജ് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുള്ളൂ ഇത് എവിടെയാണെന്ന്. അതിന് ആ ഒരു ഫ്ലോയിൽ അങ്ങ് പോവാം. അല്ലാണ്ട് നമ്മൾ ഏത് ലൈൻ ഓക്കെ കറക്റ്റ് എണ്ണയൊക്കെ നോക്കേണ്ട ആവശ്യമില്ല കേട്ടോ. യെസ്, മാത്രമല്ല നമ്മൾ ആ ഒരു പാസേജ് കംപ്ലീറ്റ് ആയിട്ട് വായിച്ചിട്ട് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നതാണ് ഈ ഒരു ലൈൻ എവിടെയാണ്, അല്ലെങ്കിൽ അത് ഏത് കോണ്ടെക്സ്റ്റിലാണ് പറഞ്ഞതെന്നൊക്കെ. ഓക്കെ, അഞ്ചാമത്തെ വായിച്ചല്ലോ. സിക്സ്ത് വൺ നോക്കിക്കേ. ആറാമത്തേത്, the information in the passage suggests that which of the following, if true, would make donating excess inventory to charity less attractive to manufacturers than dumping. Yes. Okay, അഞ്ച് ഓപ്ഷൻസ് ഉണ്ട്, അഞ്ചും വായിച്ചേ. യെസ്, ABCDE. ഓക്കെ, അഞ്ച് ഓപ്ഷൻസ് ഉണ്ട്, നോക്കിക്കേ. യെസ്, അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ പല പാസേജിലും പല നമ്പർ ഓഫ് ക്വസ്റ്റൻസ് ആണ്. ഈ ഒരു പാസേജിൽ 7 ആണ്, അടുത്ത പാസേജ് വരുന്ന 6 ക്വസ്റ്റൻസ് ആണ്. എക്സാമിനും ഇങ്ങനെ തന്നെയായിരിക്കും. നമുക്ക് എല്ലാ പാസേജും ഒരേ രീതിയിൽ ആകണമെന്നില്ല. ഓക്കെ, യെസ്, അഞ്ച് ഓപ്ഷൻസ് വായിച്ചു കഴിഞ്ഞോ? അടുത്തത് സെവൻത് വൺ. യെസ്, information in the passage suggests that one reason manufacturers might take advantage
of the tax provision mentioned in the last paragraph is that dash. Yes. ഞാൻ പറഞ്ഞില്ലേ ലാസ്റ്റ് പാരഗ്രാഫ്, അത് മിക്കപ്പോഴും ചോദിക്കുന്ന വേസം ആണ്. ലാസ്റ്റ് പാരഗ്രാഫിന്റെ സമ്മറി അല്ലെങ്കിൽ മെയിൻ ഐഡിയ, ലാസ്റ്റ് പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്ന ഒരു മെയിൻ ഐഡിയ, അതൊക്കെ എപ്പോഴും ചോദിക്കുന്നതാണ്. ജസ്റ്റ് നോക്കുക. യെസ്, 5 ഓപ്ഷൻസ് ഉണ്ട്. 5 ഓപ്ഷൻസ് ഒന്ന് വായിച്ചേ. യെസ്. ഓക്കെ, അപ്പം വായിച്ചു കഴിഞ്ഞോ? യെസ്. അപ്പൊ നമ്മൾ ഈ ഒരു പാസേജ് കംപ്ലീറ്റ് ആയിട്ട് വായിച്ചിട്ടുണ്ട്. അതിന്റെ ക്വസ്റ്റ്യൻസും ഒക്കെ ഇപ്പം നമ്മൾ ഓൾമോസ്റ്റ് വായിച്ചിട്ടുണ്ട് അല്ലേ? ആൻഡ് ഇനി നമുക്ക് ഇപ്പൊ പ്രാക്ടീസ് സെഷൻ, എക്സാമിൽ ഇത്രയും നടക്കുള്ളൂ, ഇത്രയും പോലും സമയം കിട്ടില്ല. അപ്പൊ ഇനി നമ്മൾ ഈ പ്രാക്ടീസ് സെഷൻ ആയിട്ട് നമുക്ക് ഈ പാസേജ് കുറച്ചുകൂടെ ഡീപ്പായിട്ട് നമുക്കൊന്ന് കണ്ടു നോക്കാം, അതിന്റെ മീനിങ്ങും എല്ലാം. ഓക്കെ, യെസ്. യെസ്, ഇതിന്റെ മീനിങ് എല്ലാം നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഓക്കെ, സോ നോക്കിക്കേ. Excess inventory, a massive problem for many businesses. Yes, okay, fine. Yes. അപ്പൊ ഈ ഒരു പാസേജ് വായിച്ചു കഴിഞ്ഞപ്പം നമുക്ക് എന്താണ് മനസ്സിലായത്? കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു പാസേജ് വായിച്ചു കഴിഞ്ഞപ്പം ഇതിൽ എന്താണ് മനസ്സിലായത്? യെസ്, അതിൻ്റെ ഒരു ഓൾമോസ്റ്റ് എപ്പോഴും നമ്മൾ പാസേജസ് വായിച്ചു കഴിയുമ്പം അതിൻ്റെ ഒരു മെയിൻ ഐഡിയ ഒക്കെ നമുക്ക് കിട്ടുന്നതാണ് അല്ലേ? യെസ്. യെസ് അല്ലേ? അപ്പം ഇതിന്റെ ഒരു മെയിൻ ഐഡിയ എന്താണ്? ഈ ഒരു പാസേജിന്റെ, യെസ്, ഈ ഒരു പാസേജിന്റെ മെയിൻ ആയിട്ടുള്ളൊരു ഐഡിയ എന്താണ്? യെസ്. What's the main idea? Yes. നമുക്ക് ഏതായാലും നോക്കാം. Yes. Excess inventory, a massive problem for many business, has several causes. Okay. Yes, has several causes, some of which are unavoidable. Some of which are unavoidable. Okay. Yes. Okay. അതായത് ഇൻവെന്ററി, ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ അല്ലെ, എക്സസ് ആയിട്ട് ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടത്തുമ്പോൾ അത് പല ബിസിനസിന്റെയും അതൊരു മെയിൻ ആയിട്ടുള്ള എക്സസ് ഇൻവെന്ററി, അതായത് ഒരുപാട് കണ്ടുപിടുത്തം നടത്തുന്നത് പല ബിസിനസിന്റെയും ഒരു വലിയ പ്രശ്നമാണ്. ഓക്കെ, യെസ്. ആൻഡ് ഇവർക്ക് അൺഅവോയ്ഡബിൾ ആയിട്ടുള്ള ഒരുപാട്, യെസ്, സെവറൽ കോസസ്, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് അടുത്ത നോക്കിക്കേ. യെസ്, അടുത്ത എന്താണ്? ഓവർ സ്റ്റോക്സ് മേ അക്യുമുലേറ്റ്. യെസ്, ഓവർ സ്റ്റോക്സ് മേ അക്യുമുലേറ്റ്. യെസ്, നോക്കിക്കേ, ആ ഒരു സെന്റൻസ് ഒന്ന് വായിച്ചു നോക്കിക്കേ. യെസ്, ഓവേഴ്സ്, യെസ്. യെസ്, നോക്കിക്കേ. Overstocks may accumulate through production, overruns or errors. എന്താണ്? അതായത് ഓവർ സ്റ്റോക്സ്, അതായത് നമ്മുടെ നോർമൽ ആയിട്ടുള്ള ഒരു ഉൽപാദനം മറികടക്കുന്നത്, യെസ്, എന്തിനൊക്കെ കാര്യങ്ങളാവും? ഓവർ റൺസ്, ഓവർ സ്റ്റോക്കുകളൊക്കെ കുമിഞ്ഞുകൂടാൻ ഒക്കെ കാരണമാകാനുള്ള
ഒരു കാര്യമാണല്ലേ? യെസ്, വിത്ത് certain styles and colors prove unpopular. Yes, certain styles. ഇപ്പൊ ചില പ്രൊഡക്ഷൻ, നമ്മൾ എന്തെങ്കിലും ഒരു പുതിയൊരു പ്രൊഡക്റ്റ് ഇൻവെന്റ് ചെയ്തു, ആ ഒരു മാർക്കറ്റിൽ ചെയ്യുന്നു, മാർക്കറ്റിൽ അത് ഇറക്കുന്നു, അതിൻ്റെ എല്ലാ കളേഴ്സും നന്നായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയായിരിക്കാം, പക്ഷെ എക്സെപ്റ്റ് ഒരു കളറ് ഒട്ടും സെയിലില്ല. ചിലപ്പം അതിൻ്റെ ബാക്കിയെല്ലാം നല്ല സെയിലായിരിക്കാം, അതിൻ്റെ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ, ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റിൻ്റെ ഒരു കളറിന് തീരെ സെയിലില്ല, തീരെ കുറവാണ് സെയിൽ. അപ്പം അതങ്ങനെ നിന്ന് പോകാം അല്ലേ? അതാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. വിത്ത് സം പ്രൊഡക്ട്സ്, കമ്പ്യൂട്ടേഴ്സ് ആൻഡ് സോഫ്റ്റ്വെയർസ്, ടോയ്സ് ആൻഡ് ബുക്സ്, last year's models are difficult to move even at huge discounts. Okay, എന്താണ് ചില പ്രൊഡക്ട്സ്, കമ്പ്യൂട്ടേഴ്സ്, സോഫ്റ്റ്വെയർ, ടോയ്സ്, ബുക്സ് ഒക്കെ ഉണ്ട്. അതായത് കമ്പ്യൂട്ടേഴ്സ്, പുതിയ സോഫ്റ്റ്വെയർസ്, ടോയ്സ്, ബുക്സ്, ഇതൊക്കെ കഴിഞ്ഞ വർഷത്തെ മോഡൽസ് ഒരു ഹ്യൂജ് ഡിസ്കൗണ്ടിൽ കൊടുത്താൽ പോലും ഈ വർഷം അത് വിറ്റ് പോകാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം എന്താണ്, ഇപ്പൊ സോഫ്റ്റ്വെയർ ഒക്കെ നമുക്ക് ഓൾറെഡി അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ ആരും പഴയ ഒരു സോഫ്റ്റ്വെയർ പ്രിഫർ ചെയ്യില്ല അല്ലേ? യെസ്, ഇപ്പം ഒരു ബുക്കിന്റെ ആണെങ്കിലും ലേറ്റസ്റ്റ് എഡിഷൻ ഉണ്ടെങ്കിൽ ആരും എത്ര വില കുറച്ച് തരാമെന്ന് പറഞ്ഞാലും പഴയ ഒരു ഇതിനും പ്രിഫർ ചെയ്യില്ല അല്ലേ? യെസ്, എപ്പോഴും നമ്മൾ വാങ്ങിക്കുമ്പോൾ ബ്രാൻഡ് ന്യൂ, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് മോഡലിലേക്കല്ല ഇപ്പോഴും എല്ലാവരും പോവുക. ഇപ്പം എന്ത് വാങ്ങിച്ചാലും നമ്മൾ പറയും ഒരു 10 വർഷം മുമ്പുള്ള ഒരു സ്റ്റോക്ക്, അതിനൊരു 10 കുറച്ച് ഡിസ്കൗണ്ടിൽ തന്നു കഴിഞ്ഞാൽ നമ്മളത് പോകുമോ? ഇല്ല. യെസ്, അതാണ് ഇവിടെയും പറയുന്നത്. ഒക്കേഷണലി ദ കോമ്പറ്റീഷൻ ഇൻട്രൊഡ്യൂസസ് എ ബെറ്റർ പ്രൊഡക്റ്റ്. ഒരു ബെറ്റർ പ്രൊഡക്റ്റിലേക്കായിരിക്കും എപ്പോഴും പോകും. ബട്ട് ഇൻ മെനി കേസസ് ദ പബ്ലിക്സ് ബൈയിങ് ടേസ്റ്റ് സിംപ്ലി ചേഞ്ച്. അപ്പം പല കേസുകളിലും യെസ്, ജനങ്ങളുടെ, അതായത് പല കേസുകളിലും പബ്ലിക് ആയിട്ടുള്ള ജനങ്ങളുടെ തന്നെ ഒരു വാങ്ങാനുള്ള ഒരു ടേസ്റ്റ്, അതായത് ചിലപ്പം ഈ ഇയറിൽ അവർ ഒരു ABC എന്നൊരു പെർട്ടിക്കുലർ ആളുകൾ ഏറ്റവും കൂടുതൽ പെർട്ടിക്കുലർ ആയിട്ട് എപ്പോഴും വാങ്ങിച്ചുകൊണ്ടിരുന്ന ABC എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റ് ആണ്, അതിന് വളരെ സെയിലുണ്ട്. പക്ഷേ യെസ്, ഈ ഒരു അടുത്ത വർഷമായപ്പോൾ ഇവർ ഈ ABCയുടെ തന്നെ വേറൊരു മോഡല് ഇറക്കാൻ നോക്കി. ചിലപ്പോൾ അതിന് തീരെ സെയിൽ കാണില്ല അല്ലേ? പെട്ടെന്നായിരിക്കാം ആളുകളുടെ ആവശ്യം കൂടുന്നതും, പെട്ടെന്നായിരിക്കാം നമുക്ക് ഓരോ കാര്യങ്ങൾ നമ്മൾ ടേസ്റ്റ് ചേഞ്ച് ചെയ്യുന്നത് അല്ലേ? ചിലപ്പം എന്തിനേലും ഇൻഫ്ലുവൻസിലായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ നീഡ്സ് ചേഞ്ച് ആയതുകൊണ്ടായിരിക്കാം. ഫോർ എക്സാമ്പിൾ, പണ്ട് നമ്മുടെ ഈ ഒരു കൊറോണയ്ക്കൊക്കെ മുമ്പ് നമ്മൾ കൂടുതലും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത് ഓഫ്ലൈൻ ക്ലാസ്സസ് ഒക്കെ ആയിരുന്നു അല്ലേ? ഞാൻ ആ ഒരു ബേസിൽ പറയാണ്, ഓഫ്ലൈൻ ക്ലാസ്സസ് ഒക്കെ ആയിരുന്നു. അപ്പൊ നമുക്ക് വേണ്ടത് എന്തൊക്കെയാണ്? ലൈക്ക് നമ്മളിപ്പം മഴക്കാലമൊക്കെയാണ്, സ്കൂളിലൊക്കെ പോകുന്നു. അപ്പൊ സ്കൂളിൽ പോകുമ്പോൾ നമുക്ക് മഴക്കാലത്ത് കുട വേണം, ലൈക്ക് ബാഗ് വേണം. മഴക്കാലത്തല്ല, എല്ലാ കാലത്തും ബാഗ് വേണം, ബുക്സ് വേണം, പെൻ, എല്ലാ കാര്യങ്ങളും വേണം അല്ലേ? നമുക്ക് യൂണിഫോം വേണം, എല്ലാം വേണം. പക്ഷേ വൺസ് ഓൺലൈൻ ക്ലാസ് ആയപ്പം നമുക്ക് സ്കൂളിൽ പോകാൻ, മഴക്കാലത്ത് സ്കൂളിൽ പോകേണ്ട ആവശ്യമില്ല. അപ്പൊ കുടയുടെ ആവശ്യം കുറഞ്ഞു, അധികം ആളുകൾ പുറത്തിറങ്ങുന്നില്ല. സോ നമ്മുടെ ഷൂസ്, ഇങ്ങനത്തെ കാര്യങ്ങളുടെയൊക്കെ നമ്മൾ ചിലപ്പം കഴിഞ്ഞ വർഷം സ്റ്റുഡൻസ് ഏറ്റവും കൂടുതൽ വാങ്ങിച്ചിരുന്നത് കുടയാണെങ്കിൽ ഈ വർഷം ചിലപ്പോൾ മൊബൈൽ ഫോൺസ് ആയിരിക്കാം വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അവർക്ക് കുറച്ചുകൂടിയും ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുന്നത് ഫോണിലൂടെയാണ് അല്ലേ? യെസ്, അപ്പം മൊബൈൽ ഫോൺസോ അല്ലെങ്കിൽ ഒരു ടാബും ഒക്കെ ആയിരിക്കും അവർ പ്രിഫർ ചെയ്യുന്നത് അല്ലേ? അപ്പം ഈ ഒരു ചേഞ്ചാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ജനങ്ങളുടെ ഒരു ടേസ്റ്റ് മാറിക്കൊണ്ടിരിക്കും. Leaving a manufacturer or distributors with thousands of items that the fickle public no longer wants. അപ്പോൾ ഈ ഒരു പബ്ലിക്കിന് ആവശ്യമില്ലാത്ത കുറെ പ്രൊഡക്ട്സ് ഈ ഒരു മാനുഫാക്ചറിന്റെ കയ്യിലോ ഡിസ്ട്രിബ്യൂട്ടറിന്റെ കയ്യിലോ ഇങ്ങനെ കിടക്കും. ഓക്കെ, ഫിക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, what do you mean by fickle minded person എന്നൊക്കെ നമ്മൾ പറയും. യെസ്, സോ what do you mean by fickle? അതായത് വളരെ വ്യതിചലിക്കുന്ന, യെസ്, നമ്മൾ കെപ്രീഷ്യസ് എന്നൊക്കെ പറയും, കെപ്രീഷ്യസ് മൈൻഡ് എന്നൊക്കെ പറയും, അല്ലെങ്കിൽ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന. ഫിക്കിൾ പബ്ലിക് എന്ന് പറയുമ്പോൾ അവിടെ അതൊരു നെഗറ്റീവ് ടേം ആയിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഫിക്കിൾ മീൻസ് ചേഞ്ചിങ് മൈൻഡ്. ഓക്കെ, ഇടയ്ക്കിടയ്ക്ക്
ചേഞ്ചിങ്. ഇടയ്ക്കിടയ്ക്ക് മൈൻഡ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇടയ്ക്ക് ഇതിൻ്റെ പുറകെയാണെങ്കിൽ ഇടയ്ക്ക് ആ ഒരു പ്രൊഡക്റ്റിൻ്റെ പുറകെ ആയിരിക്കും. ഓക്കെ, സോ ചേഞ്ചിങ് മൈൻഡ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫാഷൻ സെൻസ് ഒക്കെ ആണെങ്കിലും അല്ലെങ്കിൽ എപ്പോഴും നമ്മളൊരു ഫാഷനൊക്കെ നോക്കുന്ന അല്ലെങ്കിൽ കുറച്ചുകൂടി ഫാഷൻ ഇൻഡസ്ട്രി ഒക്കെ ആയിട്ട് കുറച്ചുകൂടി ബന്ധമുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാകുന്ന കാര്യമാണ്. ഒരു 30 years ബാക്ക് അല്ലെങ്കിൽ വേണ്ട ജസ്റ്റ് ഒരു 1 year ബാക്ക് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ ആ ഒരു സ്റ്റൈലും കാര്യങ്ങളൊക്കെ ആയിരിക്കില്ല ഇപ്പോൾ. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഈ ഒരു വർഷം നമ്മളിപ്പം കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ എന്താ പറയാ, ഇപ്പൊ കഴിഞ്ഞ വർഷം, ഓക്കെ ഫൈൻ, ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് പറയാം. ഇപ്പൊ കഴിഞ്ഞ വർഷം നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അതിൻ്റെയൊക്കെ ഏറ്റവും വലിയ ചേഞ്ചിന്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് നമ്മുടെ ബെൽ ബോട്ടം പാൻസ് ഒക്കെ. ഒരു കാലത്ത് ബെൽ ബോട്ടം പാൻസ് ഒക്കെ എന്നത് ഫാഷനാണ്. പക്ഷെ ഇപ്പൊ ഒക്കെ അത് ഇടയ്ക്കൊന്ന് ട്രെൻഡായിട്ട് വന്നിരുന്നെങ്കിൽ പോലും ഇപ്പൊ അതിന്റെ ആവശ്യം നമ്മൾ അത്ര ഒരു ഫാഷൻ സെൻസ് അല്ലെങ്കിൽ നല്ല ഫാഷൻ സെൻസ് ഉള്ള ഒരാൾ അത് യൂസ് ചെയ്യുന്നത് കുറവായിരിക്കും. അപ്പോൾ ഒരു മാനുഫാക്ചർ, ഞാൻ ഈ വർഷം ഒരു ലോവീസ് പാൻറ് ട്രെൻഡ് ആണോ എന്ന് കണ്ടിട്ട് ഞാനൊരു എൻ്റെ കമ്പനിയിൽ അടുത്ത വർഷം ഫുൾ ലോവീസ് പാൻസ് ആണ്, ലോവീസ് പാൻസ് ഞാൻ ഇറക്കുകയാണെങ്കിൽ, നിർമ്മിക്കുകയാണെങ്കിൽ, പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അടുത്ത വർഷത്തിന് അതിന് സെയിൽ ഉണ്ടാവണമെന്നില്ല. ആളുകളുടെ മൈൻഡ് മാറി അവര് വേറെ അടുത്ത ഫാഷനിലേക്ക് പോകുന്നു. അടുത്ത ഫാഷനിൽ ഹൈ വേസ്റ്റ് ആണ് അവിടെ സ്യൂട്ട് ആവുന്നത്. സോ ദേ വെയിറ്റ് ഫോർ ദാറ്റ്. ഓക്കെ, ഈ ഒരു ചേഞ്ച് മാനുഫാക്ചറിനെ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടറിനെ ഒരുപാട് ആരും വാങ്ങിക്കാണ്ട് കിടക്കുന്ന ഒരുപാട് പ്രൊഡക്ട്സുമായിട്ട് അവരിരിക്കേണ്ടി വരും. ഓക്കെ, അടുത്തത് വൺ കോമൺ വേ ടു ഡിസ്പോസ് ഓഫ് ദിസ് മെർച്ചൻഡൈസ് ഈസ് സെൽ it to a liquidator. So liquidator എന്ന് പറഞ്ഞാൽ എന്താണ്? Yes, what do you mean by liquidator? Liquidation എന്നൊക്കെ നമ്മൾ പറയും. So what do you mean by liquidator? Liquidator എന്ന് പറഞ്ഞാൽ എന്താണ്? Yes, what do you mean by liquidator? Liquidator. Yes, what do you mean by liquidator? Yes. ലിക്വിഡേറ്റർ എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയുടെ യൂഷ്വലി പറയാന്ന് വെച്ചാൽ ലിക്വിഡേറ്റർ എന്ന് പറയുമ്പോൾ ഒരു കമ്പനിയുടെ ആ ഒരു അഫയേഴ്സ് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വൈൻഡ് അപ്പ് ചെയ്യാനായിട്ട് നിർമ്മിക്കുന്ന ഒരു അപ്പോയിന്റ് ചെയ്യുന്ന ഒരാളെയാണ് ലിക്വിഡേറ്റർ എന്ന് പറയുന്നത്. സോ ഈ ലിക്വിഡേറ്റർ ഇപ്പൊ ഒരു കോമൺ വേ, ഇപ്പൊ ഞാൻ പറഞ്ഞു നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് അല്ലെങ്കിൽ മാനുഫാക്ചേഴ്സിനൊക്കെ ഒരുപാട് പ്രൊഡക്ട്സ് ഇങ്ങനെ കയ്യിലിരിപ്പുണ്ട് അല്ലേ. അപ്പൊ ഇവർക്കിത് ഡിസ്പോസ് ചെയ്യാനായിട്ടുള്ള ഒരു മെത്തേഡ് പറയുന്നത് വെച്ചാൽ ഒരു കോമൺ വേ എന്താന്ന് പറഞ്ഞാൽ ഒരു ലിക്വിഡേറ്ററിന് ഇതെല്ലാം കൊടുക്കുക. ഓക്കെ, അത്യാവശ്യം ചീപ്പായിട്ട്, നല്ല ചീപ്പായിട്ടാണ് ഇത് കൊടുക്കുക. ബൈ ആസ് ചീപ്ലി ആസ് പോസിബിൾ ആൻഡ് ദെൻ റീസെൽ ദ മെർച്ചൻഡൈസ് ത്രൂ കാറ്റലോഗ്, ഡിസ്കൗണ്ട് സ്റ്റോഴ്സ് ആൻഡ് അതർ ഔട്ട്ലെറ്റ്സ്. ഒരു ലിക്വിഡേറ്ററിന് ഒരാൾക്ക് ഇത് മൊത്തത്തിൽ വളരെ ചീപ്പായിട്ട് കൊടുക്കുക ആൻഡ് അതിനുശേഷം അവരത് റീസെൽ ചെയ്യും. ഇത് റീസെൽ ചെയ്യും എന്തെങ്കിലും ചില കാറ്റലോഗ്സിലൂടെയോ അല്ലെങ്കിൽ ഡിസ്കൗണ്ട് കൊടുക്കുന്ന സ്റ്റോഴ്സിലൂടെയോ അല്ലെങ്കിൽ അത് മറ്റ് ഔട്ട്ലെറ്റ്സിലൂടെയൊക്കെ അവർക്ക് എന്താ പറയാ, അവർക്കത് റീസെൽ ചെയ്യാം. ഓക്കെ, ഹൗവർ ദ ലിക്വിഡേറ്റേഴ്സ് മേ പേ ലെസ് ഫോർ ദ മെർച്ചൻഡൈസ് ദാൻ ഇറ്റ് കോസ്റ്റ് ടു മീ. അപ്പോൾ പക്ഷെ ചില കാര്യങ്ങളിൽ ഈ ലിക്വിഡേറ്റേഴ്സ് എന്ത് ചെയ്യും, ഇവർക്കറിയാം ഇത് വിറ്റ് പോകാത്ത കാര്യങ്ങളാണ് അല്ലേ. അപ്പൊ ഇവർക്ക് ആക്ച്വൽ പ്രൈസ് ഈ ഒരു മാനുഫാക്ചറിനൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ ഒരു പ്രൊഡക്റ്റ് നിർമ്മിക്കാനായിട്ട് എടുത്തിരിക്കുന്ന ആ ഒരു ക്യാഷ് പോലും ഈ ലിക്വിഡേറ്റേഴ്സ് പലപ്പോഴും കൊടുക്കില്ല. ഓക്കെ, അനദർ വേ ടു, അപ്പം അത് ഇത്ര എഫക്റ്റീവ് ആയിട്ടുള്ളൊരു വേ അല്ല അല്ലേ. കാരണം അവർക്കറിയാം ഇവരിത് എടുത്തില്ലെങ്കിൽ അതവിടെ വെറുതെ പോകത്തേ ഉള്ളൂ അല്ലേ. സോ ഇപ്പൊ അടുത്ത അനദർ വേ. സോ ഇത് ആദ്യത്തെ ഒരു വേ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദിസ് ഇസ് ഫസ്റ്റ് വൺ. യെസ്, അപ്പൊ അതിന്റെ ഒരു ഡീമെറിറ്റും ഇവിടെ കണ്ടു. ആൻഡ് ദ സെക്കൻഡ് വൺ, ദിസ് ഇസ് ദ ഫസ്റ്റ് വൺ ആൻഡ് ഹിയർ കംസ് ദ സെക്കൻഡ് വൺ. Yes. അടുത്ത മെത്തേഡ്. Another way to dispose of excess inventory is to dump it. അടുത്ത ഈ എക്സസ് ആയിട്ടുള്ള പുതിയ സാധനങ്ങളൊക്കെ
ഡിസ്പോസ് ചെയ്യാന്നുള്ള ഒരു അടുത്തത് ഒഴിവാക്കാനുള്ള ഒരു അടുത്ത മെത്തേഡ് ഇവിടെ പറയുന്നത് അതുകൊണ്ട് കളയുക എന്നതാണ്. ഓക്കെ, ദ കോർപ്പറേഷൻ ടേക്സ് എ സ്ട്രേറ്റ് കോഴ്സ് റൈറ്റ് ഓഫ് ഓൺ ഇറ്റ്സ് ടാക്സസ് ആൻഡ് ഹോൾസ് ദ merchandise to landfill. Although it is hard to believe, there is a sort of convoluted logic to this approach. It is perfectly legal, because little time or preparation on the company's part and solves the problem quickly. ഓക്കെ, സോ ഇത് ലീഗലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കൊണ്ട് എക്സസ് ആയിട്ടുള്ളത് കൊണ്ട് ഡംപ് ചെയ്യാം. ഓക്കെ, കോർപ്പറേഷൻ പറഞ്ഞ ഒരു ഡംപ് ചെയ്യും, അത് ലീഗലാണ്. പക്ഷേ യെസ്, ദ ഡ്രോബാക്ക്, ഇതിന്റെ ഡ്രോബാക്ക് എന്താണ്? യെസ്, ആൻഡ് വാട്ട്സ് എ ഡ്രോബാക്ക് ഹിയർ? The drawback is the remote possibility of getting caught by the news media. ഈ കാര്യങ്ങളൊക്കെ ന്യൂസ് മീഡിയ അറിഞ്ഞു കഴിഞ്ഞാൽ ഉള്ള പ്രശ്നമാണ് ഇവിടെ ഒരു ഡ്രോബാക്ക് ആയിട്ട് വരും. ഇത്രയും കാര്യങ്ങൾ എവിടെയെങ്കിലും ഡംപ് ചെയ്യുമ്പോൾ അഫ്കോഴ്സ് ചുറ്റുമുള്ള ആളുകൾ അറിയാതിരിക്കില്ല അല്ലേ? യെസ്, dumping perfectly useful products can turn into a public relations nightmare. Okay, so ഇത്രയും യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഓൺലി ആൾക്കാർ ഇത് വാങ്ങിക്കുന്നില്ല, അവർക്ക് മറ്റേ മാനുഫാക്ചേഴ്സ് കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളൊരു കാര്യം കൊണ്ട് യൂസ്ഫുൾ ആയിട്ട്, ഫോർ എക്സാമ്പിൾ ചിലപ്പം വളരെ ഒരു ഒരു ഫോണായിരിക്കാം, യെസ് ഒരു മൊബൈൽ ഫോൺ ആയിരിക്കാം, വിച്ച് മേ കോസ്റ്റ് 30,000. ഞാൻ കഴിഞ്ഞ വർഷം 30,000 റുപ്പീസിന് വാങ്ങിച്ച ഒരു ഫോണായിരിക്കാം. ഓൺലി ബിക്കോസ് ഓഫ് ഇറ്റ്സ് കളർ ഈ വർഷം അത് ആരും വാങ്ങിക്കുന്നില്ല. സോ അങ്ങനത്തെ ഒരുപാട് ഫോൺസ് അത് വെറുതെ കൊണ്ടേ കളയാണ്, ഡംപിങ് ആണ്. സോ ഒരു ഫോൺ പോലും വാങ്ങിക്കാൻ ജസ്റ്റ് ഒരു 30,000 റുപ്പീസ് എടുക്കാൻ ഇല്ല, വേണ്ട ഒരു അതൊക്കെ നമ്മൾ ഒരാൾക്ക് ഗിഫ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അത് വാങ്ങിക്കാൻ കഴിയാൻ വാങ്ങിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ അത് വാങ്ങിക്കാൻ പറ്റുന്നില്ല, സാമ്പത്തികമായി അവർക്ക് കുറച്ച് പിന്നോക്കം നിൽക്കുന്ന ആള് ആണെങ്കിൽ അവർക്കത് ഗിഫ്റ്റ് ചെയ്താൽ അവർക്കത് വളരെ യൂസ്ഫുൾ ആയിരിക്കും അല്ലേ? ഇപ്പം ഫോർ എക്സാമ്പിൾ ഓൺലൈൻ ക്ലാസ്സിനൊക്കെ ഒരുപാട് കുട്ടികൾക്ക് ഫോൺസ് ഒക്കെ ആവശ്യമാണ് അല്ലേ? അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്? പെർഫെക്റ്റ്ലി യൂസ്ഫുൾ, ഇത്ര ഉപയോഗമുള്ള കാര്യങ്ങൾ ഡംപ് ചെയ്യുമ്പോൾ അത് ആളുകൾക്ക് അത് എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടാവും അല്ലേ? ചിൽഡ്രൻ ലിവിംഗ് ഇൻ പോവർട്ടി ഓഫ് ഫ്രീസിംഗ് ആൻഡ് XYZ company has just sent 500 new snowsuit to the local town. അതായത് വളരെ പാവപ്പെട്ട കുറച്ച് കുട്ടികൾ, അതായത് തീരെ പാവപ്പെട്ട കുട്ടികൾ, വലിയ പൈസ ഒന്നുമില്ല, വളരെ പാവപ്പെട്ട കുട്ടികള് തണുപ്പ് കാലത്ത് കിടന്ന് വിറയ്ക്കുകയാണ്, ഭയങ്കര ഫ്രീസിങ് ആണ്. ആൻഡ് XYZ, അത് ജസ്റ്റ് ഒരു കമ്പനിയുടെ പേര് ജസ്റ്റ് ചുമ്മാ പറഞ്ഞുള്ളൂ, XYZ എന്ന് പറഞ്ഞൊരു കമ്പനി അവരുടെ ഏറ്റവും പുതിയ, അവരുടെ ഉപയോഗിക്കാത്ത 500 സ്നോ സ്യൂട്ട്സ്, ഈ തണുപ്പിനെ പ്രിവെന്റ് ചെയ്യുന്ന സ്നോ സ്യൂട്ട്സ് വെറുതെ കൊണ്ടേ ലോക്കൽ ആയിട്ട് ഡംപ് ചെയ്യാണ്. ഓക്കെ, അപ്പം ഇവിടെ നേരെ മറിച്ച് ആ ഡംപ് ചെയ്യുന്നതിന് പകരം ഈ ഇത്രയും തണുപ്പത്ത് അത് വാങ്ങിക്കാൻ പറ്റാതെ കഷ്ടപ്പെടുന്ന കുട്ടികൾക്ക് കൊണ്ടേ കൊടുക്കുകയാണെങ്കിൽ അവർക്കത് യൂസ്ഫുൾ അല്ലേ? Parents of young children are barely getting by, and QRS company dumps 1,000 cases of disposable diapers because they have slight imperfections. അതായത് നമുക്ക് ഏറ്റവും കൂടുതൽ ചെലവ് വരുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഡിസ്പോസിബിൾ ഡൈപ്പേഴ്സ്, സാനിറ്ററി പാഡ്സ് ഒക്കെ നമുക്ക് എപ്പോഴും യൂസ് വരുന്ന ഒരു കാര്യമാണ്. പക്ഷെ അതുപോലും വാങ്ങിക്കാനായിട്ട് പറ്റാത്ത, അതൊക്കെ നമ്മുടെ ബേസിക് നീഡിൽ വരുന്ന കാര്യങ്ങളാണ് അല്ലേ? അപ്പൊ അതുപോലും വാങ്ങിക്കാനായിട്ട് പൈസ ഇല്ലാത്ത ഒരു സ്റ്റിൽ ഉണ്ട്, ഒരുപാട് പേര് കഷ്ടപ്പെടുന്നവരുണ്ട്. അപ്പം ഒരുപാട് കുട്ടികൾക്കൊക്കെ ഈ ഡൈപ്പേഴ്സ് ഒന്നും കറക്റ്റ് ആയിട്ട് പ്രോപ്പറായിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന റാഷസ് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അവർക്ക് കറക്റ്റ് ആയിട്ട് ഡൈപ്പേഴ്സ് വാങ്ങിക്കാനുള്ള ക്യാഷ് ഇല്ലാത്തതുകൊണ്ടാണ് അവരുടെ പേരൻസ് കിടന്ന് കഷ്ടപ്പെടുകയാണ് അല്ലേ? അപ്പം ഇങ്ങനെ നിൽക്കുന്ന സിറ്റുവേഷനിൽ QRS കമ്പനി, QRS ജസ്റ്റ് ഒരു ABC കമ്പനി അങ്ങനെ ജസ്റ്റ് ഒരു പേര് കൊടുത്താണ് കേട്ടോ. സോ അവര് ഇപ്പം അവരുടെ പ്രിന്റ് ചിലപ്പോൾ മാറിപ്പോയി, അങ്ങനെയുള്ള അവരുടെ ഡിസ്പോസിബിൾ ഡൈപ്പേഴ്സ് ആ പ്രിന്റ് മാറിപ്പോയി, അല്ലെങ്കിൽ ജസ്റ്റ് അതിന്റെ കളർ ഫെയ്ഡായി എന്നുള്ള കാരണം കൊണ്ട് സ്ലൈറ്റ് ആയിട്ടുള്ള ഇംപെർഫെക്ഷൻസ് ഉണ്ട്, തൗസൻഡ്സ് ഓഫ് കേസസ് ഇവര് ഡിസ്പോസ് ചെയ്യാണ്. അപ്പൊ ഇത് ഈ പാവപ്പെട്ടവർക്ക് കിട്ടുകയാണെങ്കിൽ അവർക്കത് എന്തുമാത്രം യൂസ്ഫുൾ ആണ്. കാരണം ഈ ഒരു പ്രൊഡക്റ്റിന് ഒരു കുഴപ്പവുമില്ല, ജസ്റ്റ് അതിന്റെ പുറത്തത്തെ പാക്കറ്റിന് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ആയിരിക്കാം വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ പാക്ക് ചെയ്തപ്പോൾ വന്ന പ്രശ്നമായിരിക്കാം. സോ അവർക്കത് സെല് ചെയ്യാൻ കഴിയില്ല. അപ്പൊ ഇത് ഡംപ് ചെയ്യുന്നതിന് പകരം ഇങ്ങനെയുള്ളവർക്ക് കൊടുക്കുകയാണെങ്കിൽ അവർക്കത് വളരെ ബെനിഫിറ്റ്ഫുൾ ആയിരിക്കും അല്ലേ? യെസ്, ഈ ഡംപ് ചെയ്യുന്നതിന് പകരം. ഓക്കെ, ആൻഡ് അടുത്തത്, the managers of these companies are not deliberately wasteful. They are simply unaware of all their alternatives. ഇവിടെ എന്താണ് പറയുന്നത്? ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കും, ഈ മാനേജേഴ്സ്, ഇവർ ഈ മാനുഫാക്ചേഴ്സ് ഒക്കെ ഇത്ര ക്രൂവൽ ആണോ? പക്ഷെ ഇവർ എന്തുമാത്രം സാധനങ്ങളാണ് വേസ്റ്റ് ചെയ്യുന്നതൊക്കെ നമുക്ക് വിചാരിക്കാം. പക്ഷെ ഇവരിങ്ങനെ വേസ്റ്റ് ചെയ്യുന്നതല്ല,
പക്ഷേ ഇവരിങ്ങനെ ഡെലിബറേറ്റ് ആയിട്ട് ഓക്കെ കുറേ സാധനങ്ങൾ ഇറക്കുന്നു ബാക്കി കൊണ്ടുപോയി ഡംപ് ചെയ്യുന്നു, ഡെലിബറേറ്റ് ആയിട്ട് അവർ വേസ്റ്റ് ചെയ്യുന്നതല്ല, പക്ഷേ അവര് ബാക്കിയുള്ള ഓൾട്ടർനേറ്റീവ്സിനെ പറ്റി അത്ര അവെയർ അല്ല, അല്ലെങ്കിൽ അതിന് ആളുകളെ കണ്ടുപിടിക്കുന്നു കൊടുക്കുന്നു, അതൊക്കെ അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലേ. In 1976, the Internal Revenue Service provided a tangible incentive for businesses to contribute their products to charity. Okay. യെസ്, അപ്പം 1976 IRS ഇന്റേണൽ റവന്യൂ സർവീസ് ഈ ബിസിനസ്സുകാർക്ക് ഒരു ഇൻസെന്റീവ് പോലെ കൊടുത്തു. അതായത് അവരുടെ പ്രൊഡക്ട്സ്, ബാക്കി വരുന്ന പ്രൊഡക്ട്സ് ചാരിറ്റിക്ക് കൊടുത്തു കഴിഞ്ഞാൽ, ചാരിറ്റി ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് കുറച്ച് ഇൻസെന്റീവ് കിട്ടും. ഓക്കെ. ദ ന്യൂ ടാക്സ് ലോ അലൗഡ് കോർപ്പറേഷൻസ് ടു deduct the cost of the product donated plus half the difference between cost and fair market selling price, with the provision that deductions cannot exceed the twice cost. So അവർക്ക് കുറച്ച് ഇൻസെന്റീവ്സും ആ ഒരു കണക്കൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. Thus the federal government sanctions indeed encourages an above cost federal tax reduction for companies that donate inventory to charity. അപ്പോൾ അവർക്ക് ചാരിറ്റി, ഇങ്ങനത്തെ ഇൻവെന്ററി ചാരിറ്റിക്ക് കൊടുക്കുന്നവർക്ക് അത്ര ടാക്സ് ഒക്കെ കുറച്ച് കൊടുക്കാനുള്ള ഒരു തീരുമാനത്തിൽ ഗവൺമെന്റും എത്തി. ഓക്കെ. സോ ഇതാണ് നമ്മുടെ ഈ ഒരു പാസേജ് വരുന്നത്. വളരെ മനോഹരമായിട്ടുള്ള പാസേജ് അല്ലെ, അത്ര ഡിഫിക്കൽട്ട് പാസേജ് ഒന്നും അല്ലായിരുന്നു അല്ലേ. സോ നമുക്ക് ഇനി ഇത് സോൾവ് ചെയ്യാം. ഓക്കെ. First one, the author mentions each of the following as a cause of excess inventory. Author mentions each of the following as a cause of എക്സസ് ഇൻവെന്ററി എക്സെപ്റ്റ്. ഇതിലെല്ലാം ഓരോ കോഴ്സും എക്സസ് ഇൻവെന്ററിയുടെ ഒരു കാരണമായിട്ടാണ് പറയുന്നത് അല്ലേ. യെസ്. ഓക്കെ. യെസ്. അതിൽ ഒരെണ്ണം ഒഴിച്ച് ഏതൊക്കെയാണ്? പ്രൊഡക്ഷൻ ഓഫ് ടു മച്ച് മെർച്ചൻഡൈസ്, inaccurate forecasting of buyers' preference, unrealistic price policies, products' rapid obsolescence, availability of a better product. അപ്പൊ ഇതിൽ ഏതാണ് അല്ലാത്തത് നോക്കിക്കേ. ഫസ്റ്റ് വൺ. Yes. നോക്കിക്കേ. യെസ്, ഏതാണ്? ഓപ്ഷൻ സി, unrealistic pricing policies. Okay. Second one, the passage suggests that which of the following is a kind of product that a liquidator who sells to discount stores would be unlikely to wish to acquire. Second one, നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. Furniture, computers, kitchen equipment, baby care products, children's clothing. The passage suggests that which of the following is a kind of product that a liquidator who sells to discount stores would be unlikely to wish to acquire. ഏതാണ്? Of course, ഏതാണ്? Yes. Computers ആണല്ലേ, നമ്മൾ കണ്ടതാണല്ലേ. Yes, computers. Third one. The passage provides information that supports which of the following statements? Excess inventory results most often from insufficient market analysis by the manufacturer. Products with slight manufacturing defects may contribute to excess inventory. Few manufacturers have taken advantages of the changes in the federal tax laws. Manufacturers who dump their excess inventory are often caught and exposed by the news media. Most products available in discount stores have come from manufacturers. Excess inventory stock. ഏതാണ്? Third one. Yes, of course, it's option B. Products with slight manufacturing defects may contribute to excess inventory. ചെറിയ, yes, ചെറിയ defects ഉണ്ടെങ്കിൽ അത് excess inventory ആണല്ലേ. Yeah, okay, fine. Fourth one, the author cites the examples in lines 25-29 most probably in order to illustrate. Yes, fourth one. Yes. The fiscal irresponsibility of dumping as a policy of dealing with excess inventory, the waste management problems that dumping new products creates, advantages to the manufacturer of dumping as a policy, alternatives to dumping explored by different companies, how the news media could portray dumping to the determined
of the manufacturer's reputation. Appa line nokiye. Yes. Da. ഈ ഒരു ഏരിയ ആണേ. ഈ ഒരു പാർട്ട് എന്താണ്? യെസ്, അവര് വെറുതെ കൊണ്ട് ഡംപ് ചെയ്യാത്തതിന്റെ കാരണം എന്താണ്? കാരണം ഇത് മീഡിയ അറിഞ്ഞാലുള്ള പ്രശ്നമാണല്ലേ. ഓഫ് കോഴ്സ്. അപ്പൊ എന്താണ് ആൻസർ? യെസ്, ഓപ്ഷൻ ഫോർത്തിന്റെ ആൻസർ എന്താണ്? ഫോർത്ത് ക്വസ്റ്റിന്റെ ആൻസർ എന്താണ്? യെസ്, ഹൗ ദ ന്യൂസ് മീഡിയ കുഡ് portray dumping to the detriment of the manufacturer's reputation. ഇനി by asserting that manufacturers are simply unaware, the author suggests which of the following: manufacturers might donate excess inventory to charity rather than dump it if they knew about the provision in the federal tax code. The federal government has failed to provide sufficient encouragement to manufacturers to make use of advantageous tax policies. Manufacturers who choose to dump excess inventory are not aware of the possible effects on their reputation of media coverage of such dumping. The manufacturers of products disposed of by dumping are unaware of the needs of those people who would find the products useful. The manufacturers who dump their excess inventory are not familiar with the employment of liquidators to dispose of overstock. അഞ്ചാമത്തെ നോക്കിക്കേ, ഏതാണ്? യെസ്, ഇവിടെ എന്താണ്? ആ സിംപ്ലി അൺഅവെയർ എന്ന് പറയുന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? യെസ്, നോക്കിക്കേ. യെസ്, എന്താണ്? അവരിങ്ങനെ ഒരു ടാക്സിന്റെ കാര്യം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഫ്കോഴ്സ് അവര് ചാരിറ്റിക്ക് കൊടുക്കും അല്ലേ? യെസ്, അവരുടെ ഇങ്ങനെ പോവാത്ത പ്രൊഡക്ട്സ് ഒക്കെ അവർ ചാരിറ്റി ആയിട്ട് കൊടുക്കും. യെസ്, ടാക്സിന്റെ കാര്യം അറിഞ്ഞിരുന്നെങ്കിൽ. അതുകൊണ്ടാണ് യെസ്, ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. ദാ സെക്കൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. The information in the passage suggests that which of the following, if true, would make donating excess inventory to charity less attractive to manufacturers than dumping? The cost of getting the inventory to the charitable destination are greater than the above cost tax deduction. The news media give manufacturers charitable contributions the same amount of coverage that they give dumping. No straight cost tax benefit can be claimed for items that are dumped. The fair market value of an item in excess inventory is 5 times its cost. Items end up as excess inventory because of a change in the public preferences. ആറാമത്തെ ക്വസ്റ്റൻ ഏതാണ് നോക്കിക്കേ, സിക്സ്ത് വൺ. യെസ്, ഏതാണ് ആൻസർ? ഇറ്റ്സ് ഓപ്ഷൻ എ. The cost of getting the inventory to the charitable destination are greater. Yes, are greater. Okay. Than the above cost tax deductions. Okay, അപ്പോൾ ഏതാണ് കറക്റ്റ് എന്ന് മനസ്സിലായല്ലോ? ഓക്കെ, സെവൻത് വൺ. Information in the passage suggests that one reason manufacturers might take advantage of the tax provision mentioned in the last paragraph is that dash. There are many kinds of products that cannot be legally dumped in a landfill. Liquidators often refuse to handle products with slight imperfections. The law allows a reduction in excess of the cost of manufacturing the product. Media coverage of contribution of excess inventory products to charity is widespread and favorable. No tax deduction is available for products dumped or sold to a liquidator. എന്താണ്? Yes, it is option C. The law allows a reduction in excess of the cost of manufacturing the product. Okay, അപ്പോൾ നമ്മളിതാ നമ്മുടെ ഫസ്റ്റ് പാസേജ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 7 ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഇതിനകത്ത് ഉണ്ടായിരുന്നത്. അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ? ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? ഇത് ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ സെക്കൻഡ് പാസേജിലേക്ക് പോകാം. ഓക്കെ, ലെറ്റ്സ് സീ ദ സെക്കൻഡ് പാസേജ്. ഓക്കെ ഓക്കെ, നോക്കിക്കേ, ഒന്ന് വായിക്കുക. ചെറിയ പാസേജ് ആണേ. മുമ്പത്തെ വെച്ച് നോക്കുമ്പോൾ ചെറിയ പാസേജ് ആണ്. മുമ്പത്തെ ഇത്ര ടൈം ഒന്നും നമുക്ക് എടുക്കില്ല. ജസ്റ്റ് വായിച്ചു നോക്കാം. യെസ്,
Yes, Vaishnavi. Yes. Traditionally, the first firm to commercialize a new technology has benefited from the unique opportunity. Yes, from the unique opportunity to shape product definitions, forcing followers to adapt a standard or invest in an unproven alternative. Today, however, the largest payoffs may go to companies that lead in developing integrated, yes, approaches for successful mass production and distribution. First paragraph വായിച്ചു കഴിഞ്ഞു. ചെറിയ ഇതുപോലത്തെ ചെറിയ രണ്ട് പാരഗ്രാഫാണ് അടുത്തതുള്ളത്. വായിച്ചു നോക്കിക്കേ. Yes, just read the next paragraph. Yes. ഇത് വായിക്കുക. സെക്കൻഡ് പാസേജിന്റെ സെക്കൻഡ് പാരഗ്രാഫ് ആണ്. വായിച്ചു നോക്കിക്കേ. Yes. യെസ്, ഇന്നത്തെ രണ്ട് പാസേജും ഈസി ആയിട്ടുള്ള പാസേജ് തന്നെയാണേ. നോക്കിക്കേ. യെസ്, producers of the beta format, yes, for video cassette recorders, VCRs, yes, for example, were first to develop the VCR commercially in 1975. Okay, yes, okay. But producers of this rival VHS video home system, yes, format provided to be more successful at yes, forming strategic alliances with other producers and distributors, yes, to manufacture and market their VCR format. Okay, seeking, yes, seeking to maintain exclusive, yes, seeking to maintain exclusive control over VCR distribution, beta producers were reluctant to form such alliances, yes, such alliances with other producers and distributors to manufacture, were reluctant to form such alliances and eventually lost ground to VHS in the competition for the global VCR market. And the last paragraph, right here.
Last paragraph കൂടെ വായിക്കുക. Yes. Okay. Despite, yes, despite Beta's substantial technological head start and the fact that VHS was neither technically better nor cheaper than Beta, developers of VHS quickly turned a slight early lead in sales into a dominant position. Strategic alignments with producers of pre recorded tapes reinforced the VHS advantage. The perception, yes, the perception among, yes, yes, oh no, I should K, yes, the perception among consumers that pre recorded tapes were more available in VHS format further, yes, further uh, expanded VHS share of the market by the end of the 1980s. Beta was no longer in production. So, passage വായിച്ചല്ലേ? Yes, ഇനി ഈ passageന്റെ lessons വായിക്കാം. The passage is primarily concerned with which of the following? അഞ്ച് options ഉണ്ട്, അഞ്ചൊന്ന് വായിച്ചേ. Just read the options. Okay, options ഒക്കെ ഒന്ന് വായിച്ചേ. Yes. വായിച്ചു. Second one, according to the passage, today's successful films, unlike successful films in the past, may earn the greatest profits by. Yes, five options are there. Just read the five options. ഈ അഞ്ച് ഓപ്ഷൻസ് ഒന്ന് വായിച്ചു നോക്കിയേ. Yes. വായിച്ചു അഞ്ച് ഓപ്ഷൻസും അടുത്ത നോക്കിക്കേ. According to the passage, consumers began to develop a preference for VCRs in the VHS format because they believed which of the following? Okay. Yes.
യെസ്, ഏതാണ് നോക്കിക്കേ. Why should in options? The fourth one. The author implies that one way that VHS produces one control over the VCR market was by dash. Again, the അഞ്ച് options ആണ് നോക്കിക്കേ. Yes. Yes. Again, 5 options are there. Why should you? Why should the അടുത്ത question നോക്കിക്കേ. Yes. The alignment of producers of VHS format, VCS with producers of pre-recorded videotapes is more similar to which of the following? The അഞ്ച് options ഉണ്ട്. Why should be? Yes, just read. Yes. ഈ ഓപ്ഷൻസോട് ഒന്ന് വായിച്ചു നോക്കി. അഞ്ച് ഓപ്ഷൻസ് ഉണ്ട്. Yes. 5 options are there. Yes. Yes. ഒന്ന് വായിച്ചു നോക്കാം. The alignment of producers of VHS format, VCRs with producers of pre-recorded videotapes is more similar to which of the following? Yes. വായിച്ചു ഇത്. Okay, last one. Which of the following best describes the relation of first paragraph to the passage as a whole? Just options കൂടെ ഒന്ന് വായിക്കാം. ഓപ്ഷൻസ് നിങ്ങൾ എല്ലാം വായിക്കുക കേട്ടോ. യെസ്. യെസ്. അഞ്ച് ഓപ്ഷൻസ് ആണ് നോക്കിക്കേ.
Yes. വായിച്ചു കഴിഞ്ഞു? യെസ്. അപ്പം ദാ ഈ ഒരു ക്വസ്റ്റിന് ഈ ഒരു പാസേജിന് 6 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ. അപ്പം വായിച്ചത് കഴിഞ്ഞല്ലോ അല്ലെ? ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? ഓക്കെ. അപ്പൊ നമുക്ക് നമ്മുടെ ഈ ഒരു പാസേജ് ഡീറ്റെയിൽ ആയിട്ട് കാണാം. യെസ്. ട്രഡീഷണലി, യെസ്. അപ്പം ഇതാണ് നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ളൊരു പാസേജ് ആണ്. മുമ്പത്തെ പാസേജ് വെച്ച് നോക്കുമ്പോൾ അധികം അധികം ഒരു എന്താ പറയുക, അധികം ലെങ്തി ആയിട്ടുള്ള ഒരു പാസേജ് അല്ല. അതനുസരിച്ച് ക്വസ്റ്റ്യൻസും കുറവാണ് അല്ലേ? യെസ്. ഓക്കെ. Traditionally, the first firm to commercialize a new technology has benefited. Yes. Benefited from the unique opportunity. Yes, unique opportunity to shape product definitions. Yes, product definitions, forcing followers to adapt to standard or invest in an unproven alternative. Yes. Okay. എന്താണ്? Yes. Yes. അതായത് പരമ്പരാഗതമായി the first firm to commercialize, okay, first firm to commercialize a new technology has benefited from the unique opportunity to shape product definitions. അതായത് ഞാൻ വിപണിയിൽ ഒരു പുതിയൊരു പ്രൊഡക്റ്റ്, ഒരു പുതിയ ടെക്നോളജി കൊണ്ടുവരുന്നു. ഞാനാണ് ആ ഒരു ടെക്നോളജി ആദ്യമായിട്ട് കൊണ്ടുവരുന്നത്. അപ്പൊ എനിക്ക് മാത്രം കിട്ടുന്ന ഒരു യുണീക്ക് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ആണ്. അതിനെ പറ്റിയുള്ള കാര്യങ്ങൾ ഞാനാണ് അതിന്റെ കാര്യങ്ങൾ. ഇപ്പൊ അതിന് വേണമെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ആണ്, അതിന് ലൈറ്റ് കൊടുക്കണമെങ്കിൽ ഞാൻ ആണത് ഫസ്റ്റ് ആയിട്ട് ലൈറ്റ്. അപ്പം പുതിയ കാര്യങ്ങൾ ഞാനാണ് അതിനെ ഡിഫൈൻ ചെയ്യുന്നത് അല്ലേ? യെസ്. മറ്റാരെങ്കിലും സെക്കൻഡ് ആയിട്ട് വരുമ്പോൾ ഓക്കെ, അത് എൻ്റെ നിന്ന് കോപ്പി ചെയ്യുന്നു. അപ്പൊ ഞാനാണ്, എനിക്ക് മാത്രം കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് അല്ലേ? ഞാനാണ് ഇതിനെ ഡിഫൈൻ ചെയ്യുന്നത്. Forcing followers to adapt to a standard or invest in an unproven alternative. Okay. Yes. So, today, however, the largest payoffs may go to companies that lead in developing integrated approaches for successful mass production and distribution. Yes. ഇന്ന് വളരെ എന്താ പറയാ, വളരെ ലാർജ് ആയിട്ടുള്ള, ഓക്കെ, വളരെ ഇപ്പത്തെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് ഉൽപാദനത്തിനും വിതരണത്തിനും ഒക്കെ ആയിട്ട് ചേർന്ന് മിക്സ്ഡ് ആയിട്ടുള്ള കുറച്ച് സമീപനങ്ങൾ വികസിപ്പിക്കുന്നതിൽ ലീഡ് ചെയ്യുന്ന കുറച്ച് കമ്പനികൾക്ക് വളരെ മികച്ച ലാഭം കിട്ടും അല്ലേ? പ്രതിഫലം ലഭിച്ചേക്കാം. യെസ്. Producers of the beta format for video cassette records, for example, were first to develop the VCR commercially in 1975. Okay, yes. അപ്പോൾ എക്സാമ്പിൾ പറയണം. Producers of the beta format for video cassette recorders. Video cassette records, VCRസിന്റെ ഒക്കെ ബീറ്റ ഫോമാറ്റ് ഉണ്ടാക്കുന്ന പ്രൊഡ്യൂസേഴ്സ്. ഓക്കെ, അതിന്റെ പ്രൊഡ്യൂസേഴ്സ് were first to develop the VCR commercially in 1975. Okay, 1975 ആണ് ആദ്യമായിട്ട് VCR commercially ഡെവലപ്പ് ചെയ്യുന്നത്. But producers of the rival VHS format proved to be more successful at forming strategic alliances with other producers and distributors manufacture and market their VCR format. Okay. പക്ഷേ VHS വീഡിയോ ഹോം സിസ്റ്റം അതിൻ്റെ ആളുകൾക്കാണ് കുറച്ചുകൂടി ബെനഫിറ്റ് കിട്ടിയത്. ഓക്കെ, ബാക്കി ആ സമയത്തുണ്ടായിരുന്ന VCR ഫോമാറ്റുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ VHSകാർക്കാണ് കുറച്ചുകൂടി ബെനഫിറ്റ് കിട്ടിയത്. Seeking to maintain exclusive control over VCR distribution, beta producers were reluctant to form such alliances and eventually lost ground to
VHS in the competition for the global VCR market. VCRs ഒക്കെ ഇപ്പോൾ നമുക്ക് അത്ര അവൈലബിൾ ആണോ? അല്ലല്ലേ? Yes. Despite Beta's substantial technological head start and the fact that VHS was neither technically better nor cheaper than Beta, developers of VHS quickly turned a slight early lead in sales to a dominant position. Strategic alignments with producers of pre-recorded tapes reinforced the VHS advantage. The perception among consumers that pre-recorded tapes were more available in VHS format further expanded VHS's share of the market. Okay, by the end of the 1980s, by the end of the 1980s, Beta was no longer in production. Yes. Yes, good morning, Suraj. Class timetable undo innale. Okay, fine. ഞാൻ അങ്ങനെ ഫിക്സ്ഡ് ആയിട്ടൊരു ടൈമിലല്ല എടുക്കുന്നത്. പക്ഷേ ഇപ്പം ഞാനൊരു ഇന്ന് 1-ാം തീയതിയാണ്, 2-ാം തീയതി, 3-ാം തീയതി, 4-ാം തീയതി, ഇനി അടുത്തുള്ള 3 ദിവസങ്ങൾ, കണ്ടിന്യൂസ് ആയിട്ടുള്ള 3 ദിവസങ്ങളിൽ 9 മണിക്ക് തന്നെയായിരിക്കും എൻ്റെ ക്ലാസ് ഉണ്ടായിരിക്കുക കേട്ടോ. നാളെ റീഡിംഗ് കോംപ്രിഹെൻഷൻ ആണ്. അതിനടുത്തുള്ള ദിവസം നമുക്കൊരു ക്വിസ് സെഷനും അതുപോലെ തന്നെ വൊക്കാബ്സിന്റെ ഒരു സെഷനും ഉണ്ടായിരിക്കുന്നതാണ്. ഈ അടുത്ത കണ്ടിന്യൂസ് ആയിട്ടുള്ള 3 ദിവസങ്ങളിൽ ഉണ്ടായിരിക്കുന്നത് നമുക്ക് 9 മണിക്ക് തന്നെയാണ് കേട്ടോ. ഓക്കെ, സൂരജ് ഉണ്ടോ? ഞാൻ സൂരജിന്റെ മെസ്സേജ് ഇപ്പോഴാണ് കേട്ടോ കാണുന്നത്. ഓക്കെ, ഫൈൻ. യെസ്, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാനിത് ആദ്യത്തെ പാസേജുകൾ അത്ര ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാതിരുന്നത് മുമ്പത്തെ പാസേജ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ഈസി ആയിട്ടുള്ള പാസേജ് ആണ്. നമുക്ക് ജസ്റ്റ് വായിക്കുമ്പോഴേ മനസ്സിലാവും. അതുകൊണ്ടാണ് ഒത്തിരി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ടത്. First question. The passage is primarily concerned with which of the following? Evaluating two competing technologies, raising the impact of a new technology by narrating a sequence of events, reinterpreting an event from contemporary business history, illustrating a business strategy by means of a case history, proposing an innovative approach to business planning. Okay. Yes. Okay. First one. യെസ്, ഇതിനകത്ത് എന്താണ് ഈ പാസേജ് എന്തിനുമായിട്ടാണ് പറയുന്നത്? എന്തുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്? ഇല്ലുസ്ട്രേറ്റിംഗ് എ ബിസിനസ് സ്ട്രാറ്റജി ബൈ മീൻസ് ഓഫ് കേസ് സ്റ്റഡി അല്ലേ? യെസ്, അവരുടെ ഒരു ബിസിനസ് സ്ട്രാറ്റജി ഒരു കേസ് സ്റ്റഡി വെച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാണല്ലേ. സെക്കൻഡ് വൺ, അക്കോർഡിംഗ് ടു ദ പാസേജ് ടുഡേ സക്സസ്ഫുൾ ഫേംസ് unlike successful firms in the past may earn the greatest profits by dash investing in research to produce cheaper versions of existing technology, being the first to market a competing technology, adapting rapidly to a technological standard previously set by competing firm, establishing technological leadership in order to shape product definitions in advance of competing firms, emphasizing the development of methods for the mass production and distribution of a new technology. എന്താണ്? Emphasizing the development of methods for the mass production and distribution of a new technology. Yes, and the third one. According to the passage, consumers began to develop a preference for VCRs in the VHS format because they believe which of the following? Yes, എന്താണ്? VCRs in the VHS format were technically better than competing format VCRs. VCRs in the VHS format were less expensive than competing format VCRs. VHS was the first standard format for VCRs. And VHS pre-recorded video tapes were more available than beta format tapes. VCRs in the beta format would soon cease to be produced. എന്താണ്? VHS ന്റെ pre-recorded video tapes അല്ലേ ബീറ്റ ഫോമാറ്റിനേക്കാളും കൂടുതൽ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത്. Yes, so that's the answer option B. Next one, fourth one. നാലാമത്തെ question നമുക്ക് നോക്കാം. The author implies that one way that VHS produces one control over the VCR market was by dash a carefully restricting access to VCR technology, giving up a slight early lead in VCR sales in order to improve long-term prospects, retaining a strict monopoly on the production of pre-recorded videotapes, sharing control of the marketing of VHS format VCRs,
Sacrificing technological superiority over better format VCS in order to remain competitive price. എന്താണ്? Yes. എന്താണ്? Sharing control of the marketing VHS format VCS. DLA correct ആയിട്ടുള്ള answer. And fifth one. The alignment of producers of VHS format VCS with producers of pre-recorded video tapes is more similar to which of the following? 5 options ഉണ്ട് നോക്കിക്കേ. Yes, fifth one. അഞ്ചാമത്തെ question ആണ്. Yes. The alignment of an automobile manufacturer. Yes, manufacturer. Fifth one. Okay, fine. With another automobile manufacturer to adopt a standard designed for automobile engineers, the alignment of an automobile manufacturer with an automotive glass company, whereby the manufacturer agrees to purchase automobile windshields only from the one glass company, the alignment of an automobile manufacturer with a petroleum company to ensure the widespread availability of the fuel required by a new type of engine developed by the manufacturer, the alignment of an automobile manufacturer with its dealers to adopt a plan to improve automobile design, the alignment of an automobile dealer with an automobile rental chain to adopt a strategy for an advertising campaign to promote a new type of automobile. Yes, 5 options ഉണ്ട്. ഏതാണ് correct ആയിട്ടുള്ള answer നോക്കിക്കേ. Yes, what's answer? Fifth one. Yes, it's definitely option C. The alignment of an automobile manufacturer with a petroleum company to ensure the widespread availability of the fuel required by a new type of engine developed by the manufacturer. And the last question. Easy, Annie. Which of the following best describes the relation of the first paragraph to the passage as a whole? It makes a general observation to be exemplified. It outlines a process to be analyzed. Yes. It poses a question to be answered. It advances an argument to be disputed. It introduces conflicting arguments to be reconciled. Okay. ഏതാണ് നോക്കിക്കേ. 5 ഓപ്ഷൻസ് ഉണ്ട്. Yes. Yes, നോക്കിക്കേ. Yes. Which of the following best describes the relation of the first paragraph to the passage as a whole? Yes, എന്താണ്? Yes. 5 options are there. Yes. It is option. ഏതാണ് option? Option A is the correct answer. Option A ആണല്ലേ correct answer. It makes a general observation to be exemplified. So നമ്മൾ രണ്ട് പാസേജ് ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. രണ്ട് പാസേജ്. ഫസ്റ്റ് പാസേജിൽ നമുക്ക് 7 ക്വസ്റ്റൻസ് ഉണ്ടായിരുന്നു. 7 or 8 ഐ ഗെസ്. ഓക്കെ. അടുത്തതിൽ 6 ക്വസ്റ്റൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ക്വസ്റ്റൻസ് നമ്മൾ രണ്ടും ഈസി പാസേജ്. ഒരുപാട് ഈസി എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഒരുപാട് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പാസേജ് ഒന്നുമല്ല. നമുക്ക് ജസ്റ്റ് വായിച്ചാൽ മനസ്സിലാവുന്ന പാസേജസ് ആണല്ലേ രണ്ടും. ഈ ഒരു ലെങ്തിലുള്ള പാസേജ് നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. ഈ ഒരു ഫോമാറ്റിൽ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ. യെസ് ഓഫ് കോഴ്സ് ന്യൂസ് പേപ്പർ എഡിറ്റോറിയൽ അനാലിസിസ് അതൊരു സീരീസ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. യെസ്, ഇപ്പോൾ ഞാനൊരു ഈ ആഴ്ചത്തെ ഷെഡ്യൂളും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട്. നെക്സ്റ്റ് വീക്ക് ആയിട്ട് ഓക്കെ, കമ്മിങ് വീക്കിൽ ഓഫ് കോഴ്സ് ന്യൂസ് പേപ്പർ അനാലിസിസ്, ഹിന്ദു ന്യൂസ് പേപ്പർ അനാലിസിസ്, ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ അനാലിസിസ് ഡെഫിനറ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. എഡിറ്റോറിയലിൻ്റെ തന്നെ അനാലിസിസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ യെസ്, ആസ് സൂരജ് പറഞ്ഞ പോലെ മിക്ക എക്സാംസിനും അത് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ. യെസ്, ഓക്കെ, ഫൈൻ. അപ്പോൾ ഈ റീഡിങ് കോംപ്രിഹെൻഷനിൽ ഈ രണ്ട് പാസേജ്, യെസ് ഇത് പുതിയ പാസേജ് ഒന്നുമല്ല, ഇത് ചോദിച്ചിട്ടുള്ള രണ്ട് പാസേജസ് ആണ് കേട്ടോ. ഓൾറെഡി ക്വസ്റ്റൻ ഇത് ചോദിച്ചിട്ടുള്ള രണ്ട് പാസേജ് ആണ്, അതാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. സോ ഈ ടൈപ്പ് ഓഫ് പാസേജസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. യെസ്, കഴിഞ്ഞ ദിവസം ഹൈക്കോർട്ട് അസിസ്റ്റന്റ് രണ്ട് പാസേജസ് ആയിരുന്നു ഉണ്ടായിരുന്നത് അല്ലേ റീഡിങ് കോംപ്രിഹെൻഷൻ. യെസ് ഐ ഗസ്. ഓക്കെ, ഫൈൻ. അപ്പോൾ നമുക്ക് റീഡിങ് കോംപ്രിഹെൻഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്.
പ്രാക്ടീസ് ചെയ്യാം. യെസ് സൂരജ്, അപ്പം ഞാൻ മുമ്പേ പറഞ്ഞത് കേട്ടായിരുന്നു സൂരജ്, ടൈം ടേബിൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാനിപ്പം ഒരു റെഗുലർ കംപ്ലീറ്റ് മാസത്തെ ടൈം ടേബിൾ ആയിട്ട് ഇട്ടിട്ടില്ല. പക്ഷെ ഇനി വരുന്ന 3 ദിവസവും നമുക്ക് ഈ ഒരു ചാനലിൽ, അതായത് March 2nd, 3rd, 4th ഈ 4 ദിവസങ്ങളിലും നമുക്കിനി വരുന്നത്, ഈ 4 ദിവസങ്ങളിലും നമുക്ക് എന്താ പറയാ, യെസ് ടൈം ടേബിൾ ആയിട്ടില്ല, 9 മണിക്കാണ് ഈ 4 ദിവസവും ക്ലാസ് വരുന്നത്. നാളെ റീഡിംഗ് കോംപ്രിഹെൻഷൻ തന്നെ 2 പാസേജസ് ആയിരിക്കും നമ്മൾ സോൾവ് ചെയ്യാം. അടുത്ത ദിവസം അതായത് March 3rd വരുമ്പോൾ, March 3rd നമുക്കൊരു വൊക്കാബ് സെഷൻ ആൻഡ് 4th ഒരു റിവിഷൻ ടെസ്റ്റും ആയിരിക്കും, ഒരു ക്വിസ് സെഷനും ആയിരിക്കും. അങ്ങനെ 9 മണിക്ക് തന്നെയാണ് കേട്ടോ രാവിലെ. ഓക്കെ, സോ യെസ്, അപ്പം റീഡിംഗ് കോംപ്രിഹെൻഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, പ്രാക്ടീസ് ചെയ്യുക. യെസ്, അപ്പം ഞാൻ ആദ്യം പറഞ്ഞ ടിപ്സ് ഒക്കെ നിങ്ങൾ ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് ഏത് പാറ്റേൺ ആണോ, ചിലർ ആദ്യം ക്വസ്റ്റൻസ് വായിച്ചിട്ട് പാസേജിലേക്ക് പോകും, ചിലർ ആദ്യം പാസേജ് വായിച്ചിട്ട് ക്വസ്റ്റനിലേക്ക് പോകും. 2 മെത്തേഡും ഓക്കെ ആണ്. ദ തിങ് ഈസ്, നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ നിങ്ങൾ ആ ഒരു മെത്തേഡിൽ തന്നെ പ്രാക്ടീസ് ചെയ്യാം. നിങ്ങൾക്ക് ആ കംഫർട്ടബിൾ ആയിട്ടുള്ള മെത്തേഡ്, അല്ലാണ്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒരു മെത്തേഡും എക്സാമിന് വേറൊരു മെത്തേഡും കൂടെ ആകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും. ആ ഒരു ബുദ്ധിമുട്ട് അവോയ്ഡ് ചെയ്യാനായിട്ടാണ് നിങ്ങൾക്ക് ഏത് മെത്തേഡാണ്, രണ്ടും നിങ്ങൾ വേണമെങ്കിൽ യൂസ് ചെയ്ത് നോക്കിക്കോളൂ. ആദ്യം പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യം വേണമെങ്കിൽ ക്വസ്റ്റൻസ് വായിച്ചിട്ട് പാസേജ് നോക്കിക്കോളൂ, അല്ലെങ്കിൽ പാസേജ് വായിച്ചിട്ട് ക്വസ്റ്റൻ ചെയ്തോളൂ. ഈ 2 മെത്തേഡും ഫോളോ ചെയ്തിട്ട് നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ ആയിട്ടുള്ളത് അത് നിങ്ങൾ ചൂസ് ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ ഓൾറെഡി ഒരു മെത്തേഡ് ഫോളോ ചെയ്യുന്നതാണെങ്കിൽ അത് തന്നെ ഫോളോ ചെയ്യാം. ഓക്കെ, സോ യെസ്, അപ്പൊ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. ഇന്നത്തെ സെഷൻ നമ്മൾ 2 പാസേജസ് ആണ് ചെയ്തിരുന്നത്. ഈ 2 പാസേജ് ഈ ഒരു സെഷൻ നാളെയും കണ്ടിന്യൂ ചെയ്യുന്നതാണ്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ. ആൻഡ് ഈ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഒന്നുകൂടെയും ഓർപ്പിക്കുകയാണ്, നമ്മുടെ പ്ലസ് ആൻഡ് എക്കോണിക് സബ്സ്ക്രിപ്ഷനെ പറ്റി 2 സബ്സ്ക്രിപ്ഷൻസ് ആണ് നമുക്കുള്ളത്. യെസ്, ആൻഡ് സി ദ ഡിഫറെന്റ് പ്ലാൻസ് ഉണ്ട്. 1 month, 3 months, 6 months, 12 months ആൻഡ് 24 months. ഈ കാണുന്നൊക്കെ ആക്ച്വൽ റേറ്റ് ആണ്. നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഡിസ്കൗണ്ട് കിട്ടണമെങ്കിൽ എൻ്റെ കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്താൽ മതി, Reeba 10. ഓക്കെ, യെസ്, REEBA10, Reeba 10 എന്നതാണ് എൻ്റെ കൂപ്പൺ കോഡ്. സോ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 10% നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടും. ആൻഡ് അഗെയിൻ ദ ഐക്കോണിക് സബ്സ്ക്രിപ്ഷൻ്റെ പ്ലാൻസും കണ്ടോ, ഇവിടെയും പല പല പ്ലാൻസ് ഉണ്ട്, നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. 6 months, 12 months, 24 months ഇവിടെയും എൻ്റെ കൂപ്പൺ കോഡ് യൂസ് ചെയ്താൽ ഈ കാണിച്ചിരിക്കുന്ന റേറ്റിൽ നിന്ന് 10% ഡിസ്കൗണ്ട് കിട്ടുന്നതായിരിക്കും. ഓക്കെ, ആൻഡ് നിങ്ങൾ ചൂസ് ചെയ്യുക, നിങ്ങൾക്ക് ഏത് പ്ലാൻ ആണ് വേണ്ടതെന്ന് നിങ്ങൾ ചൂസ് ചെയ്യാം. ഓക്കെ, ആൻഡ് നിങ്ങൾക്ക് പ്രയോറിറ്റി വേണമെങ്കിൽ ഐക്കോണിക് സബ്സ്ക്രിപ്ഷനിലേക്ക് പോവുക. പ്രയോറിറ്റി വേണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്ലസ് സബ്സ്ക്രിപ്ഷൻ ആണെങ്കിലും ചൂസ് ചെയ്യാം. അപ്പോൾ ഈ 2 സബ്സ്ക്രിപ്ഷനിൽ ഏതാണോ നിങ്ങൾക്ക് വേണ്ടത് അത് നിങ്ങൾ ചൂസ് ചെയ്യാം. ഓക്കെ, യെസ്, സോ ദാറ്റ്സ് ഓൾ. ആൻഡ് പർച്ചേസ് ചെയ്യുന്നതിന് മുമ്പ് എൻ്റെ കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്യാൻ മറക്കരുത്. ആൻഡ് നമ്മുടെ റിപ്പോർട്ട് ആൻഡ് വിൻ, ഓക്കെ, നമ്മുടെ ബഗ്സ് ബൗണ്ടി പ്രോഗ്രാം, opportunity for all learners to report any inappropriate content in the video. അതായത് നമ്മൾ പല എഡ്യൂക്കേറ്റേഴ്സും വീഡിയോസ് ഇടാറുണ്ടല്ലേ, നമ്മുടെ ആരുടെയെങ്കിലും വീഡിയോയിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ, എന്തെങ്കിലും ഒരു ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കണ്ടന്റ് നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് ഇത് റിപ്പോർട്ട് ചെയ്യാനുള്ള അവസരമുണ്ട്. നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഫോം ഉണ്ട്, ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യാൻ പറയാം. യെസ്, അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് നിങ്ങൾ ആ ഫോം ഒന്ന് എടുക്കുക. ആ ഫോം നിങ്ങൾ ഫിൽ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക്, യെസ്, ജസ്റ്റ് ആ ഫോം ഫിൽ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ ഫോം ഫിൽ ചെയ്യാം. ആൻഡ് നിങ്ങളാണ് ആ ഇഷ്യൂ ഫസ്റ്റ് ആയിട്ട് റിപ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ ആൻഡ് നിങ്ങളുടെ ഇഷ്യൂ കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്കൊരു പ്രൈസ് കിട്ടും. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ. അതിൻ്റെ ഫോം ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഡു ചെക്ക് ദ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഫോർ മോർ ഡീറ്റെയിൽസ്. ആൻഡ് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരുപാട് ലിങ്ക്സ് കിടപ്പുണ്ട്. എൻ്റെ അക്കാഡമി പ്രൊഫൈലിലേക്ക് പോകാനുള്ള ലിങ്ക്, യൂട്യൂബ് ചാനലിലെ ലിങ്ക് ഉണ്ട്, ടെലിഗ്രാം ചാനലിലെ ലിങ്ക് ഉണ്ട്, നമ്മുടെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്കും കോമ്പാക്റ്റിൻ്റെയും സബ്സ്ക്രിപ്ഷൻസിൻ്റെ ഒക്കെ ലിങ്ക് ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ ബഗ്സ് ബൗണ്ടി പ്രോഗ്രാം ലിങ്ക് ഉണ്ട്. നമ്മുടെ എഡ്യൂക്കേറ്റേഴ്സിൻ്റെ ആരുടെയെങ്കിലും ഫീഡ്ബാക്ക് കൊടുക്കണമെങ്കിൽ അതിൻ്റെ ലിങ്കും അവിടെ കിടപ്പുണ്ട്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ. ഇറ്റ്സ് ടൈം ടു വൈൻഡ് അപ്പ്. അപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഇതുപോലൊരു ബെല്ലൈക്കൺ കാണും, അതുകൊണ്ട് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ്പോൾ കിട്ടുന്നതായിരിക്കും. ആൻഡ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം. ഇതുപോലെ ഈ വീഡിയോസ് എന്തെങ്കിലും കണ്ടതിന് ശേഷം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ആൻഡ് ഈ വീഡിയോ നിങ്ങളെപ്പോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും യൂസ്ഫുൾ ആണെന്ന് തോന്നിയാൽ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ. സോ ലെറ്റ്സ് സീ ടുമോറോ ആൻഡ് താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. അപ്പം നാളെ മറക്കണ്ട, നാളെ 9 മണിക്ക് തന്നെയാണ് നമ്മുടെ സെഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ യെസ്, സോ താങ്ക് യു. ദാറ്റ്സ് ഓൾ. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ. ടേക്ക് കെയർ. ഓക്കെ, യെസ്, ഓക്കെ.